السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്ത് നിസാ 26. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريد الله ليبين لكم ويهديكم سنن الذين من قبلكم ويتوب عليكم والله عليم حكيم. والله يريد أن يتوب عليكم ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما. يريد الله أن يخفف عنكم وخلق الإنسان ضعيفا. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما. ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا. صدق الله العلي. ആദരണീയരായ മുഅ്മിനീങ്ങളെ, സർവശക്തനായ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അതുപോലെ നമ്മോട് ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മാപ്പാക്കി എല്ലാ നിലക്കും നമുക്ക് രക്ഷ പ്രദാനം ചെയ്യട്ടെ. രോഗികളായി കഴിയുന്നവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു സഹോദരി പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ വളരെ പ്രയാസത്തിലുണ്ട്. ദ്വാരക്കാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ രോഗത്തിന് അല്ലാഹു ശിഫ നൽകട്ടെ. ഖൈറായ അവസ്ഥ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ബുദ്ധിമുട്ടുകളെ തൊട്ട് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൂറത്ത് നിസായിൽ നിന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ആദ്യത്തെ 2-3 ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട 4 നിഅമത്തുകൾ, വളരെ പ്രധാനപ്പെട്ട 4 നിഅമത്തുകൾ, ആ നിഅമത്തുകളെ സംബന്ധിച്ചാണ് ആദ്യം അള്ളാഹു പറയുന്നത്. 4 നിഅമത്തുകളാണ്. ഈ അർത്ഥം വെക്കുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. അതിലെ ഒരു നിഅമത്തിന് തബീൻ എന്നാണ് പറയാ, രണ്ടാമത്തത് ഹിദായത്ത്, മൂന്നാമത്തത് തൗബ, നാലാമത്തതിന് തഖ്ഫീഫ് എന്ന് പറയും. അതിൽ ഹിദായത്തും തൗബയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതും മറ്റുമാണ്. 1ഉം 4ഉം നോക്കൂ, തബീന് അതുപോലെ തന്നെ തഖ്ഫീഫ്. ഞാൻ എഴുതി കാണിച്ചാൽ ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്കൊന്ന് അർത്ഥം പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും. അതാണ് ആദ്യം പറഞ്ഞത്. യുരീദുല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നു, ലിയുബയ്യിന ലക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് വിഷയങ്ങളൊക്കെ കൃത്യത നൽകി പ്രതിപാദിക്കാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നു. വയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബലികും. അതാണ് രണ്ടാമത്തെ അനുഗ്രഹം. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പൂർവസൂരികളുടെ മാർഗത്തെ അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പൂർവസൂരികളുടെ ആ മാർഗം അത് നിങ്ങൾക്ക് അവന് കാണിച്ചു തരുന്നു. അതിന് രണ്ടാമത്തെ. വയതൂബ അലൈക്കും, നിങ്ങളുടെ പശ്ചാത്താപം അവൻ സ്വീകരിക്കുന്നു. അതാണ് മൂന്നാമത്തെ. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു തആല എല്ലാം അറിയുന്നവനും അതുപോലെ അവൻ യുക്തിമാനുമാകുന്നു. രണ്ടായത്തും കൂടി പറയാം, എന്നിട്ട് ആ നാലും കൂട്ടിയിട്ട് പിന്നെ പറയാം. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അല്ലാഹു തആല നിങ്ങളുടെ പശ്ചാത്താപം അത് സ്വീകരിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നു. വീണ്ടും ആവർത്തിക്കാം. വയുരീദുല്ലദീന യത്തബിഊന അശ്ശഹവാത്, എന്നാൽ ദേഹേച്ഛകളെ പിന്തുടരുന്ന ആളുകൾ അവർ ഉദ്ദേശിക്കുന്നത് അൻ തമീലൂ മൈലൻ അദീമാ, നിങ്ങളുടെ ഗുരുതരമായ രൂപത്തിലുള്ള മാർഗധ്വംസനം, യഥാർത്ഥ മാർഗം വിട്ട് നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്, അതാണ് അവരുദ്ദേശിക്കുന്നത്. അള്ളാഹ് ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് ഹിദായത്ത്, നിങ്ങളെ തൗബ സ്വീകരിക്കലും പൂർവീകരുടെ പൂർവസൂരികളുടെ മാർഗത്തിലേക്ക് എത്തിക്കലും ഒക്കെ ആണെങ്കിൽ, ദേഹേച്ഛയെ പിന്തുടരുന്നവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറ്റപ്പഴച്ചു പോകാനാണ്. പറയാം എന്തൊക്കെയാണ് ഉദ്ദേശം. ഞാൻ അടുത്ത് നോക്കൂ, നാലാമത്തെ അനുഗ്രഹം. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അല്ലാഹു തആല നിങ്ങൾക്ക് ലഘൂകരണം നൽകാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ഭാരം ലഘൂകരിക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഇതിന് കാരണമുണ്ട്. വഖുലിഖൽ ഇൻസാനു ലഈഫാ, മനുഷ്യവർഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദുർബലരായ അവസ്ഥയിലാണ്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. വല്ലാതെ താങ്ങാനുള്ള ശേഷി അള്ളാഹു നമുക്ക് തന്നിട്ടില്ല. എന്താണ് അതിന്റെ ഉദ്ദേശം? ഒക്കെ ഭയങ്കര വിശദീകരണമായിട്ട് ഒരുപാട് പേജുകൾ മുഫസ്സിറുകൾ ചെലവാക്കിയ വിഷയമാണിത്. നമ്മളൊക്കെ ഖുലിഖൽ ഇൻസാനു ലഈഫ് പറഞ്ഞാല് ഒരു നല്ലൊരു വെള്ളപ്പൊക്കം വന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്നാൽ നമ്മൾ ഈ ആയത്തോതും മനുഷ്യന് വളരെ ദുർബലരാണ്. കണ്ട വെള്ളം വന്നപ്പോൾ ശരിയാണ്. അത് മാത്രമൊന്നുമല്ല, അതിന് വിശാലമായ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒക്കെ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഈ 3 ആയത്തുകളിൽ 4 കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞു. 4 കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു ക്ലാസ്സിന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പിന്നെ നിങ്ങളിങ്ങനെ പോയിട്ട് ഇങ്ങനെ നോക്കണം, അങ്ങനെ നോക്കണം, അർത്ഥം വെച്ചിട്ടൊക്കെ കിട്ടുന്നുണ്ടോ, ഏകദേശം ഒരു പിടുത്തം കിട്ടുന്നുണ്ടോ ഈ ആയത്തുകളിൽ നിന്ന്. പിന്നെ അങ്ങനെ നോക്കണം. എന്നിട്ട് അതിലാ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെ നമ്മളെ മനസ്സിലിങ്ങനെ തങ്ങിക്കണം. ഇന്ന് ഈ 4 വിടരുത്. അങ്ങനെ അതിങ്ങനെ നമ്മളെ മനസ്സിലിങ്ങനെ തികട്ടി വരണം. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ. നമുക്ക് ഇങ്ങനെയൊക്കെ ഖുർആനുമായി ബന്ധപ്പെടാനും പഠിക്കാനൊക്കെ അവസരം ഉണ്ടായതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ നമ്മൾ കേവലം ഒരു ഓത്തിരി മാത്രം ഒതുങ്ങും. ഇതൊക്കെ ഓരോ അവസരങ്ങളാണ്. അറിയാൻ വൈകിയവരുണ്ടാവും, ഇനിയും വരാൻ ബാക്കിയുള്ളവരുണ്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ ഒരു തൗഫീഖാണ് നമ്മളിതിൽ എത്തിപ്പെടുക. അങ്ങനെ കുറെ കാര്യങ്ങൾ ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. ഒന്നും കൂടി അർത്ഥം വെക്കാം, എന്നിട്ട് നമുക്ക് പറയാം. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രതിപാദിച്ചു തരാനാണ്. എല്ലാ വിഷയങ്ങളും അത് വളരെ കൃത്യമായിട്ട് അല്ലാഹു തആല പ്രതിപാദിച്ചു തരും. വയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബലികും,
നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ പൂർവ്വസൂരികളുടെ മാർഗം അത് നിങ്ങൾക്ക് അറിയിച്ചു തരാനാണ്. ഇവിടെ യഹ്ദിയക്കുന്നാണ്. ശരിക്കും നിങ്ങൾക്ക് ഹിദായത്ത് നൽകുക അതന്നെയാണ്. എങ്കിലും അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹ് നിങ്ങൾക്ക് ആ മാർഗം അറിയിച്ചു തരും. യദുല്ലുക്കും എന്നാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് കാണിച്ചു തരും, അറിയിച്ചു തരും. നിങ്ങൾ സൂര്യകളുടെ മാർഗം സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അതെന്താണ്, അതെങ്ങനെയാന്ന് കൂടി പറഞ്ഞല്ലോ. ആരെ മാർഗാണത്, അവരെ നിലപാട് എന്തായിരുന്നു എന്നുകൂടി പറഞ്ഞു തരുമ്പോഴാണല്ലോ നമുക്ക് അതിനെ അനുധാവനം ചെയ്യാൻ കഴിയുക. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്, അതും ഞങ്ങൾക്ക് പറഞ്ഞു തരും. വയത്തൂബലൈക്കും, അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കും. 3 ആയത്ത് തന്നെ വന്നു. വല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു തആല എല്ലാം അറിയുന്നവനും അതുപോലെ തന്നെ അവന് വലിയ ജ്ഞാനിയുമാണ്. അവന് തത്വജ്ഞാനിയാണ്, അല്ലെങ്കിൽ യുക്തിമാനാണ്. ഇനി അടുത്ത 2 ആയത്തിലാണ് തഖ്ഫീഫിനെ പറ്റി പറയുന്നത്, ലഘൂകരണം. അത് മറ്റൊരു അനുഗ്രഹം. അത് നമുക്ക് ആദ്യം അത് പറയാം. ഇവിടെ ആദ്യം അല്ലാഹു ഇവിടെ 4 അനുഗ്രഹം പറഞ്ഞത് ഒന്ന് തബീനാണ്. എന്നാദ്യം എഴുതാൻ ഒന്ന് തബീന്, രണ്ടാമത്തത് ഹിദായത്ത്, മൂന്നാമത്തത് തൗബ, നാലാമത്തത് തഖ്ഫീഫ്. 1 തബീന്, 2 ഹിദായത്ത്, 3 തൗബ, 4 തഖ്ഫീഫ്. ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നുണ്ട്, നമ്മളിന്ന് ഓതി വെച്ച ആ ആദ്യത്തെ 3 ആയത്ത് അത് അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ വലിയ ഒരു സൗഭാഗ്യമാണെന്ന് പറഞ്ഞിട്ട്. തബീൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരാം. ഒരു നിയമം അള്ളാഹു തആല പറഞ്ഞാൽ അത് പരത്തി പറഞ്ഞുതരാം. അത് ചിലപ്പോ ഹദീസായിരിക്കും, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു തആല സന്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കത് എന്ത് ചെയ്യാണ്, പറഞ്ഞു തരാണ്. എന്തായിരുന്നാലും നമുക്ക് വിശദീകരണം കിട്ടും. രണ്ടാമത്തെ ഹിദായത്താണ്. അത് നമ്മൾ പറഞ്ഞത് ആ പൂർവ്വസൂരികളുടെ മാർഗം അറിയിച്ചു തരും. നമുക്ക് ഇപ്പൊ ചില കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ അതിന്റെ മുമ്പും പിമ്പും ഒക്കെ അറിഞ്ഞാലേ കാര്യങ്ങൾ പിടുത്തം കിട്ടുള്ളൂ. നമ്മുടെ മുൻഗാമികള് ഇനി എല്ലാം 2 ഭാഗം ക്ലിയറാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മുൻഗാമികള് പിന്നെ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ, അവരുടെ മാർഗം നമ്മൾ അറിയുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതെന്താ ഉദാഹരണം പറയാം, കാണുന്നുണ്ടോ? ബീന്ന് വായിക്കാം. അത് നിങ്ങൾക്ക് വേഗം പിടുത്തം കിട്ടിയല്ലോ. ചിലർക്കത് ബീന്ന് പിടുത്തം കിട്ടൂല, അത് 13 കിട്ടുള്ളൂ. ഇനി ബീന്നാണെങ്കിൽ ഇവിടെ ഒരു എയും ഇവിടെ ഒരു സിയും ഇട്ടാല് വേഗം ചെയ്യും. അതിനറിയാം. അപ്പൊ പിന്നെ ഇത് വേഗം വായിക്കാം. ഇത് അവിടെ കൂട്ടാൻ മറന്നേ, കാരണം തട്ടാത്തോണ്ടാണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഇത് 1 അറിയാം, 3 അറിയാം, 13 എന്ന് പറയാം, പലതും വായിച്ചുകൊണ്ട് ഒപ്പിക്കും. എന്നതുപോലെ നമ്മള് പിന്നെ എങ്ങനെ നമ്മൾ സഞ്ചരിക്കണം എന്നുള്ളത് അല്ലാഹു തആല നമുക്ക് കാണിച്ചു തന്നു. തബീന്, പിന്നെ ഹിദായത്ത്, പിന്നെ ഈ തഖ്ഫീഫ് നൽകിയതുകൊണ്ടാണ് ഇവിടെ കിട്ടിയത്. തൗബ, തൗബക്ക് അള്ളാഹു ചാൻസ് എന്ന് നമ്മളെ കൈശലാക്കി തന്നു. അതിന്റെ കാരണം എന്താ അറിയോ? അതാണ് തഖ്ഫീഫ്. നമ്മൾ നിസ്സാരന്മാരാണ്. അതിന് കുറെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം, അവിടെ പറയുന്നുണ്ട്. ആദ്യം ഈ 4 കാര്യങ്ങൾ. ഇനി നമ്മൾ തബീന് നമുക്കൊന്ന് പറയാം. ഈ വിശദീകരണം എന്ന് പറഞ്ഞാല് അത്
അള്ളാഹു വിശദീകരണം നൽകിയിട്ടുണ്ടാവും. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാകാഞ്ഞാൽ ആളുകൾ പ്രശ്നക്കാരൻ ഉദാഹരണം പറയാം. ഹാറൂൺ റഷീദിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു നസ്രാനി പിന്നെ പറഞ്ഞു, നബിയുടെ കാലത്തും വിവാദമാക്കിയത് തന്നെയാണ്, പക്ഷെ അതിന് മറുപടി അന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി വന്നിട്ട് ഹാറൂൺ റഷീദിന്റെ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന ഫീ കലാമില്ലാഹി ആയ തദുല്ലു അലാ അന്ന ഈസ ജുസ്ഉം മിനല്ലാഹ്. ഒരു പറയുന്നത് എന്താ, ഖുർആനിലെ ഒരു ആയത്തുണ്ട്, ആ ആയത്തിൽ നിന്ന് ഈസാ നബി അള്ളാഹുവിന്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഹാറൂൺ റഷീദ് ഭരണാധികാരി ഉപയോഗിച്ചു, അങ്ങനെ ഒരു ആയത്തുണ്ടോ? കാരണം അള്ളാഹിന്റെ ഒരു ഭാഗം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ തൗഹീദിനെതിരാണ്, ഖുർആനിലുടനീളം അതിശക്തമായ രൂപത്തിൽ അതിനെതിരെ പറയുന്നതുമാണ്. അതാണ് ഖുർആൻ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കാനും മറ്റുങ്ങൾക്ക് എന്തെങ്കിലും സുൽത്താൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സുൽത്താൻ ശരിക്കും രാജാവ് എന്നാണ്. അവിടെ സുൽത്താൻ എന്ന ഹുജ്ജത്ത് ബുർഹാന് എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. രേഖ ഉണ്ടോ, എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കാം. പക്ഷെ ഈ നസ്രാനി വന്നിട്ട്, ഈ ക്രിസ്ത്യാനി വന്നിട്ട് ഹാറൂൺ റഷീദിനോട് ചോദിക്കുന്നത്, ഖുർആനിലെ ഒരു ആയത്തുണ്ട്, ആ ആയത്തുനിന്ന് ഈസാ നബി പിന്നെ അള്ളാഹുവിന്റെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ഒരു ആയത്തുണ്ടോ, ഏതായത്തെന്ന് ചോദിച്ചു. അപ്പോ ഇയാൾ ആയത്ത് ഓതി, ഇന്നല്ലാഹ യുബശ്ശിറുക ബികലിമത്തിൻ മിൻ. അത് ആൽ ഇംറാനിലെ ഒരു ആയത്താണ്. മറിയം ബീവിന്റെ അരികെ വന്ന് പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഇന്നല്ലാഹ യുബശ്ശിറുക, ഇന്നല്ലാഹ യുബശ്ശിറുകി, അള്ളാഹു അങ്ങയോട് പിന്നെ സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട്, ബികലിമത്തിൻ മിൻ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു വചനം കൊണ്ട്. കലിമത്ത് പറഞ്ഞ അവിടെ ഉദ്ദേശം കുന്നാണ്. അതായത് മറിയം ബീവിയെ ഒരു പുരുഷൻ തൊടുക പോലും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് ഗർഭിണിയാകുന്നത്. അത് അള്ളാഹ് റൂഹൂദിയതാണ്, അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന എന്ന മലക്ക് മുഖേന. അപ്പൊ അതാണ് കലിമത്ത് അറിയുന്നത്. അപ്പൊ ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹുന്ന മറിയം ബീവിയോട് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിൽ നിന്നുള്ള കലിമത്ത്, ആ മിൻഹു എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം എന്നല്ലേ പറയേണ്ടത്. നമ്മളിപ്പോ ബിരിയാണിന്റെ ഒരു ചെമ്പ് പൊട്ടിച്ചു. അപ്പോ ഒരാൾ വന്നിട്ട് പറയാം, നമ്മളെ അയലോക്കത്ത് ഒരു പ്രായമായ ഒരു ഉമ്മ ഉണ്ട്, അതിനോട് വരാൻ കഴിയൂല, അതിന് കുറച്ച് കൊണ്ടേ കൊടുക്കുക നമ്മൾ. അതാണ് തുടങ്ങാറ്. അങ്ങനെ ഒരു പാത്രത്തിൽ അതിന് കുറച്ചെടുത്തു. അപ്പോ ആ ചെമ്പിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ആ ചെമ്പിൽ നിന്ന് കുറച്ച് ഫുഡ് നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമാണ് എന്നതുപോലെ അള്ളാഹുവിൽ നിന്ന്. അപ്പോ ഹാറൂൺ റഷീദ് തന്റെ കൊട്ടാരത്തിലുള്ള, അവർക്ക് പണ്ഡിതന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അയാളങ്ങനെ നോക്കി എങ്ങനെ ഇതിനെ നേരിടുക എന്നുള്ളത്. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം ഇയാൾ പറയും പോലെയുള്ള ഭാഗമല്ല, പക്ഷെ ഇയാൾ അങ്ങനെയുള്ള അർത്ഥം വെച്ച്. അപ്പൊ അതിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കണല്ലോ. അപ്പോ ഒരു ശൈഖുണ്ട്, പണ്ഡിതനുണ്ട്, പണ്ഡിതനോട് പറഞ്ഞു. പണ്ഡിതന് ഉടനെ തന്നെ ഈ ക്രിസ്ത്യാനിയോട് വേറൊരായത്ത് ഓതി കൊടുത്തു. وسخر لكم ما في السماوات وما في الأرض جميعا منه. എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചു. അതിൽ പറയുന്നത് എന്താ, വസഖറ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു, മാഫി സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള വസ്തുക്കളെ അള്ളാഹു തആല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. വലിയ ആനനെ ചെറിയ മനുഷ്യന്മാരെ നിയന്ത്രിക്കുന്നുണ്ട് അല്ലേ, വലിയ വിമാനങ്ങളെ ചെറിയ മനുഷ്യന്മാരെ നിയന്ത്രിക്കുന്നുണ്ട്. ഇങ്ങനെ തൊട്ടിട്ട് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു തആല ഇതൊക്കെ നമുക്ക് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് വഴിപ്പെടുത്തി. എന്നിട്ട് അള്ളാഹ് പറയാ ജമീഅൻ മിൻഹു, അതെല്ലാം അവനിൽ നിന്നാണ്. അവിടെ മിൻഹു തന്നെയുള്ള ജമീഅൻ മിൻഹു, ഈസാ നബി മാത്രല്ല, ജമീഅൻ മിൻഹു, പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും അവനിൽ നിന്നാണ്. അത് അള്ളാന്റെ ഭാഗമാണോ? കുറച്ചു നേരം ഇങ്ങനെ നിന്ന ഉടനെ ഈ നസ്രാക്കളിൽപ്പെട്ട ഈ സഹോദരൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹാറൂൺ റഷീദിന്റെ ആ സദസ്സിൽ വെച്ച് തന്നെ ഇസ്ലാം ആശ്ലേഷിച്ചു. ഇതാണ് നടന്നപ്പോ രാജാവിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ ഷെയ്ഖിന് അതിന്റെ പേരിൽ, അതായത് ഇതാണ് തബീന്, ഒരു ഉദാഹരണം പറഞ്ഞാണ് അത്. അപ്പൊ അതിന് നല്ലൊരു വിശദീകരണം, യോജിപ്പുള്ളൊരു വിശദീകരണം കൊടുത്തപ്പോ ആ സന്തോഷാധിക്യത്താല് അദ്ദേഹത്തിന് വലിയൊരു ഗിഫ്റ്റ് കൊടുത്തത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. മറ്റേ ആള് ഇസ്ലാം സ്വീകരിക്കാൻ അത് കാരണമായി.
ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ആ ആയത്ത് സമാനമായ ആയത്ത് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ചെറിയൊരു മുടി കുടുങ്ങിയ മരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ഏത് വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും അള്ളാഹുവിന്റെ കലാമിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. വൈരുദ്ധ്യങ്ങളോ കാര്യങ്ങളോ വരൂല. നമുക്ക് വേണ്ടതൊക്കെ ആവശ്യമുള്ളതൊക്കെ എന്തുണ്ടാവും, ഉണ്ടാവും. അത്ര മതിയല്ലോ. എന്ത് കണ്ടുപിടിച്ചാലും അതിലുണ്ടോന്ന് അങ്ങനല്ല. കൊണ്ടോട്ടി നിന്നോട് ഒരാൾ ചോദിച്ചു AI-നെ പറ്റി ഖുർആൻ പറയുന്നുണ്ടോ ചോദിച്ചു. നമ്മളെ കാതിയാരകം പള്ളിയിൽ AI-യെ പറ്റി അങ്ങനെ ഇപ്പൊ എല്ലാം ഖുർആനിൽ നേരെ പറയണമെന്ന്. ഖുർആൻ അങ്ങനെ ഒരു ഗ്രന്ഥമല്ലല്ലോ, എന്തൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വാള്യങ്ങൾ വേണ്ടി വരും? ഇപ്പൊ നമ്മളിപ്പോ ഫിസിയോതെറാപ്പി തുടങ്ങി, അത് ഖുർആനിലുണ്ടോ? അലോപ്പതിയിൽ പുതിയൊരു കണ്ടുപിടുത്തം വന്നു, അതുണ്ടോ? ക്യാൻസർ 250 പരം തരണ്ട്, അതിൽ മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടതും അല്ലാത്തതും ഉണ്ട്. അതൊക്കെ ഖുർആനിലുണ്ടോ? ഇങ്ങനെ നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുമ്പോഴും അതൊക്കെ ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ല. എന്നാ ശാസ്ത്രത്തിന് വിരുദ്ധമായത് ഖുർആനിൽ വരൂല. എന്നാ ചിലതൊക്കെ നമ്മളെ കൊണ്ട് കാണാൻ കഴിയാത്ത നമുക്ക് വേണ്ടതൊക്കെ എന്തുണ്ടാവും, അതിലുണ്ടാവും. എന്തിനു വന്നാലും അത് ഖുർആനിലുണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര വാള്യങ്ങൾ വേണ്ടി വരും? മനുഷ്യന്മാരെ കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയോ എല്ലാം കൂടി? കാരണം ലൗഹുൽ മഹ്ഫൂദിലെല്ലാം ഉണ്ടല്ലോ, അതൊരു ഗ്രന്ഥം തന്നെയുള്ളൂ. അതുപോലെ നമുക്ക് ഖുർആനെ പടച്ചോൻ തന്നിരുന്നെങ്കിൽ നമുക്കിത് കൈകാര്യം ചെയ്യാൻ പ്രയാസം. അതാണ് നമുക്ക് മനുഷ്യന്മാർക്ക് അള്ളാന്റെ തൗഹീദ് മനസ്സിലാക്കി ഹിദായത്ത് കിട്ടാൻ ആവശ്യമായ ഇത് ജാമിയോളും മാനിയോളും എന്നതിന് പറയാം. വേണ്ടതൊക്കെ അതിലുണ്ടാവും, വേണ്ടാത്തൊന്നും ഉണ്ടാവില്ല. അപ്പൊ അനാവശ്യമായ ഇഷ്കാല് വേണ്ടാന്നർത്ഥം. അപ്പോ അള്ളാഹു താല എന്ത് ചെയ്യും? പ്രതിപാദിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പ്രതിപാദിക്കും. അതുകൊണ്ടാണല്ലോ ഈ മധ്യ പൗരസ്ത്യ ദേശങ്ങളിൽ വന്ന അവിടെ സംഭവിച്ച കുറെ ദുരന്തങ്ങൾ എന്തിനാ അള്ളാഹ് അങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? അതിനാണ് നമുക്ക് പാടുള്ളത്. അങ്ങനെ ചില ശേഷിപ്പുകളൊക്കെ അള്ളാഹു താല ബാക്കി വെച്ചു, ലോകത്തിനൊരു മാറ്റം വരാനും പാഠമാകാനും. അപ്പൊ അത് കൂടുതൽ സംസാരിക്കും, അത് കൂടുതൽ പറയും, ആവശ്യമുള്ളതാണല്ലോ പറയാം. അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ അനുഗ്രഹം, തബീന് അല്ലാഹു തആല നൽകി എന്നുള്ളതാണ്. രണ്ടാമത്തത് വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ ആ നടപടിക്രമങ്ങൾ അതിലേക്ക് അല്ലാഹു നിങ്ങൾക്ക് വഴി കാണിക്കും. വഴി കാണിക്കുക എന്ന് പറഞ്ഞാൽ അറിയിച്ചു തരും, അത് എങ്ങനെയാണ് ഏത് വഴിക്കാണ് സഞ്ചരിക്കേണ്ടത്. അതാണ് നമ്മൾ ഫാത്തിഹ സൂറത്തിലൂടെ നിരന്തരം ആ ഒരു പൂർവ്വസൂരികളുടെ വഴി, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, പടച്ചോനെ നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തണേ എന്ന് പറഞ്ഞല്ലോ. അതാണ് നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവരുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തണേ എന്ന് പറഞ്ഞത്. നിസാ സൂറത്തിൽ അതിന് ഒരു തബീൻ, ഒരു വിശദീകരണം നൽകുക. എന്താണ് സിറാത്തല്ലദീന? അതാണ് മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അതിലെല്ലാം വിട്ടു. നബിമാരാണ് പൂർവ്വസൂരികളിൽ നമുക്ക് മാതൃകയുള്ളത്, ശുഹദാക്കളാണ്. സുദ്ദീഖീങ്ങൾ രണ്ടാം സ്ഥാനത്തും, ശുഹദാക്കൾ പിന്നെ പറഞ്ഞു, സ്വാലിഹീങ്ങൾ പിന്നെ പറഞ്ഞു. നബുവത്ത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് സുദ്ദീഖിയത്തായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ശുഹദാക്കൾക്ക് വേറെ നിലക്കുള്ള വലിയ പ്രതിഫലം വേറെ കിട്ടുന്നുണ്ട്. എന്തായിരുന്നാലും അവർ സഞ്ചരിച്ച മാർഗം ഏതാണെന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു, അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ നമുക്ക് അവരെന്ത് ചെയ്യാൻ മതി? മാതൃകാ പുരുഷന്മാരായി അവരെ നമ്മൾ സ്വീകരിച്ചാൽ മതി. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ അള്ളാഹു തആല ഒരുപാട് മാതൃകകൾ, ആ മാതൃകകൾ നമ്മൾ എടുക്കാത്ത പ്രശ്നം അല്ലേ? ഇപ്പോ മറിയം ബീവിയെ പറ്റി പറയുന്നുണ്ട് ഖുർആന്, മറിയം സൂറത്തിലും അതുപോലെ തന്നെ വിശദമായിട്ട് പറയുന്നുണ്ട് ആലു ഇമ്രാനിലും. ആ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, പരിപൂർണ സ്ത്രീകള് 4 അല്ല 5, 2 അഭിപ്രായം. ഖദീജ ബീവി, ഫാത്തിമ ബീവി, മറിയം ബീവി, ആസിയ ബീവി, ഒരഭിപ്രായം. ഖദീജ ബീവി, ഫാത്തിമ ബീവി, ആയിഷ ബീവി, മറിയം ബീവി, പിന്നെ അതുപോലെ തന്നെ ആസിയ ബീവി. അപ്പോ ഒരഭിപ്രായത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയും കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഖദീജ ബീവി എന്തായിരുന്നല്ലോ ഉറപ്പ്, ഒന്നാമതാണ്. പക്ഷെ ഇന്ന് അത്
മനുഷ്യന്മാർ അംഗീകരിക്കില്ല എന്ന ആ മാതൃക പിൻപറ്റാൻ മടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട്ട് മുക്കത്ത് MDMA പിടിച്ചല്ലോ. ആ പ്രതിന്റെ പേരെന്താണ്? ഖദീജ. ഒരു മുസ്ലിം സഹോദരൻ, നമ്മളൊരു സഹോദരൻ ഖദീജ MDMA പിടിച്ചു. സാധാരണ 10 ഗ്രാം 8 ഗ്രാം ആയാൽ തന്നെ ഇപ്പോൾ ഒരു പവന്റെ അത്ര ആയില്ലേ. ഒരു 8-10 ഗ്രാമൊക്കെ ആയാൽ തന്നെ, അല്ലെങ്കിൽ 2 ഗ്രാം MDMA പിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതേനു. ഈ താത്താൻ്റെ അടുത്ത് നിന്ന് പിടിച്ചത് 2.5 കിലോ ആണ്. പുട്ടുപൊടി കൊണ്ടുപോകും പോലെ കൊണ്ടുപോകണം, ചപ്പാത്തി പൊടിയൊക്കെ വാങ്ങിക്കൊണ്ടുപോകും പോലെ. ആലോചിച്ച് നോക്കി, അന്താരാഷ്ട്ര വിപണിയിൽ കോടികളുടെ വില വരുന്നു. MDMA പറഞ്ഞാൽ അത്ര ഭയങ്കര നാശമാണ്. ഈ MDMA ഭയങ്കര നാശ. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഒരല്പം മൂക്കിലൂടെയാണ് കാര്യമായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്, സിറിഞ്ച് വഴിയും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിനിമം 8 മണിക്കൂറാണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് അസുഖം. 8 മണിക്കൂർ 16 മണിക്കൂറൊക്കെ നീണ്ടുക്കും അത്ര. അത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ അറിയോ? പിന്നൊരു വിഭ്രാന്തിയാണ്. MDMA സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികളിൽ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഉപയോഗിക്കുന്ന സമയത്തോല് സ്വർഗത്തിലെത്തിയൊരവസ്ഥയെ കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിഭ്രാന്തിയാണ്. പിന്നെ ഇവർക്ക് അധികം ആളുകൾക്കും ഒരു തോന്നൽ എന്താ, ചെന്നാരിൽ ആക്രമിക്കുമോ എന്നുള്ളരുത്. അങ്ങനെയാണ് ഈ ആയുധം കൈവശം വെക്കുന്നത്. അതിനെപ്പറ്റി പഠിച്ചാൽ മനസ്സിലാവും. ഭയങ്കര പ്രശ്നമുള്ളൊരു സംഗതിയാണ്. വലിയ മാരകമായ ഒന്നാണത്. എന്താ ചെയ്യാ? പെണ്ണുങ്ങൾ വരെ നല്ല നല്ല മുസ്ലിം പേരുള്ള. അപ്പൊ അതുകൊണ്ടുള്ള BJPന്റെ നേതാവ് പറഞ്ഞത് മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ. അങ്ങനല്ല, മലപ്പുറത്ത് കുറെ ആളുകൾ, മലപ്പുറം നമ്മുടെ കോട്ടയത്താകുമ്പോൾ വേറെ നിൽക്കാവും, എറണാകുളത്ത് നിന്നുള്ള വല്ലാതെ വരുന്നുണ്ട്, വേറെ നിൽക്കാനുള്ള. മുസ്ലിങ്ങളൊന്നുമല്ല, മുസ്ലിങ്ങൾ ഉണ്ട് അതില്, എല്ലാവരും ഉണ്ട്. പിന്നെ മലപ്പുറത്താകുമ്പോൾ ഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ട് ഭൂരിപക്ഷം ആ പേര് കാണും. അങ്ങനെയുള്ള അതിന്റെ സ്വഭാവമുള്ളത്. കോട്ടയത്ത് എന്നാൽ ക്രിസ്ത്യൻ പള്ളികൾ കൂടുതൽ കാണുമല്ലോ, ഇവിടെ വന്നാൽ മുസ്ലിം പള്ളികളും കാണും എന്നതുപോലെ. അപ്പോ എന്തായിരുന്നാലും നോക്കൂ നിങ്ങൾ, നമുക്കിപ്പോ ഭയങ്കര സങ്കടം എന്താ വെച്ചാലേ, ഖദീജ റളിയല്ലാഹുവിന്റെ പേരൊക്കെ വെച്ച് ഇവരൊക്കെ ഇത്തരം പണിക്ക് നടക്കുക എന്ന് പറഞ്ഞാല് എവിടേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്ന് ആലോചിച്ചു. ഒരു മാസത്തിന്റെ ഇടയിൽ ഓപ്പറേഷൻ തൂഫാനിൽ പിടിക്കപ്പെട്ട ലഹരി വസ്തുക്കൾക്ക് സർക്കാർ വില കണക്കാക്കിയത് 30 കോടിയാണ്. 30 കോടിന്റെ സാധനം ഒറ്റ മാസം കൊണ്ട് പിടിച്ചു. ഇനി എത്ര പിടിക്കാൻ ബാക്കി? ചിലർക്ക് ഈ പെട്ടിക്കടയിട്ട് ഇങ്ങനെ ഇരിക്കും ചില വളവന്മാർ. നമുക്ക് തോന്നി ഈശനായിട്ടിരിക്കും, ഒരു പരിപാടി ചെയ്യാം, പാവട്ടോ എവിടെ ഈ കച്ചവടം നടക്കുന്നുണ്ടല്ലോ. കുറച്ചൊരു 10 ആൺകുട്ടികൾ ഉണ്ടായാൽ മതി, അടിച്ചണ് പൊളിച്ചിടണം. നിയമപാലകർക്ക് പോലും ഇഷ്ടമാണ് സത്യത്തിൽ. സത്യം ഒരു പറയില്ല കേട്ടോ, അത് പറയില്ല, അത് പറയാൻ പറ്റൂലല്ലോ. ഇപ്പൊ നമ്മളോട് ഒന്നാണ്ട് ഒരുത്തം അടിച്ചാലോ വെച്ചാല് അടിച്ചൊളിന്ന് പറയില്ല. കാരണം എന്താ, അത് കേസായ നമ്മൾ പറഞ്ഞാണ് അറിയും. അടിച്ചു വന്നാണ് ഇങ്ങനത്തെ കാട്ടണം വെച്ചാൽ അവനെ സഹായിക്കാം കേസ് നടത്താനൊക്കെ, അല്ലാതെ അടിച്ചൊളി അറിയാൻ പറ്റില്ല. ഷൈ കെട്ടിട്ടാൾ ഇന്നലെ ഒരു പോലീസുകാരൻ പെപ്പർ സ്പ്രേ അടിച്ചേ കണ്ടില്ല നിങ്ങൾ? എന്താ ലഹരി ഇങ്ങോട്ട് ഉപയോഗിച്ചിട്ടേ പോലീസ് ജീപ്പിന്റെ മുന്നിലൊക്കെ കാട്ടിക്കൂട്ടുണ്ട്. അങ്ങനെ പിന്നെ ഡയലോഗ് അടിക്കണം, നൈസായിട്ടാണ് അടിച്ചെടുത്തു കണ്ണക്ക്. അതോടുകൂടി പിന്നെ ഒരു ശല്യം ഉണ്ടായില്ല. കണ്ണിൽ എരിവ് ഇവർക്കുണ്ടാവുമല്ലോ, അവിടെ പോയിരുന്നു. നന്നായി. അത് ചിലപ്പോൾ നിയമവിരുദ്ധമൊക്കെ പറയട്ടോ, പക്ഷെ നന്നായി. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം. എപ്പോഴും കരുതും അങ്ങനെ. ഡൽഹിയിൽ കഴിഞ്ഞ ആഴ്ച പോലീസ് ഒരു പ്രതിയെ, ഒരു പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്ത് കൊന്നവനെ തെളിവെടുപ്പിന് കൊടുന്നപ്പോൾ അക്രമാസക്തനായപ്പോൾ എന്ത് ചെയ്ത് വെടിവെച്ചു. കാലിന്റെ മുട്ടിനാണ് വെച്ചു, ആകാശത്ത് നേരെ മുട്ടിനാണ് വെച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ നോലോളിച്ചിട്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ കുറച്ച് നടന്നാലേ ഇവർക്കൊക്കെ പേടിയുണ്ടാവുള്ളേ, ബേജാറുണ്ടാവുള്ളൂ. നിയമപാലകർക്ക് വരെ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ കാര്യം എന്തേ കാരണം? അതാ പറഞ്ഞ ഈ MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവര് അക്രമാസക്തരാകും. ഇവർക്ക് തോന്നുകയാണ് ഇവരെ വേറുള്ളവരെ ആക്രമിക്കുന്നു. അതാണ് ഇവര് ആയുധം കൈവശം. കുട്ടികളെടുത്തൊക്കെ ആയുധമാണ്. ഓൻ പോകേണ്ട മോട്ടോർ സൈക്കിളിന്റെ ബാക്കിൽ നിന്ന് നമ്മളൊന്ന് ഹോൺ അടിച്ചാൽ മതി, ഓൻ പ്രകോപിതനാകാണ്. ഓൻ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ചില്ലൊക്കെ അടിച്ചു പൊട്ടിച്ചാണ്. ശരിക്കും ഓനല്ല പൊട്ടിച്ചിട്ടുണ്ട്, ഈ സാധനമാണ്. അത്രയ്ക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എത്തി. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രതിരോധം നല്ലതെന്ന് പറഞ്ഞാർക്ക് എത്താതിരിക്കാനുള്ള വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നിന്നിട്ടൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം. ഈ തൂഫാൻ വന്നപ്പോഴാണ് ഇതിന്റെ കുറച്ചും കൂടി ഗൗരവം നമുക്ക് മനസ്സിലായത്. ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. കണ്ടില്ല നിങ്ങൾ, ഒരു വീട്ടിലെ ടോയ്ലറ്റ് കക്കൂസാണ് കണ്ടാല്.
പക്ഷെ ടോയ്ലറ്റിന്റെ ആ തൊട്ടുപുറത്ത് ഒരു ടൈൽസ് ഇങ്ങനെ ഇളകിയതുപോലെ തോന്നിയപ്പോൾ പോലീസ് പരിശോധിച്ചാണ്. അത് എടുത്തു നോക്കുമ്പോ വലിയ അറയാണ് അതിൻ്റെ ഉള്ളില്. ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ സാധനമാണ് അതിൽ ആർക്കും സംശയം വരൂല. അതിക്ക് കക്കൂസ് കൂടി പോണ അതിക്ക് ഇത് സാധനം എടുക്കാൻ പാത്ത് വെച്ച രീതി നോക്കണം. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ പൂർവ്വസൂരികളുടെ വഴി എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലാഹു തആല കാണിച്ചെന്ന റോൾ മോഡലാക്കാൻ പറ്റിയ കുറേ പേരുണ്ട്. അവരെ നമുക്ക് തന്നെയാണ് തോന്നണം, ഓരോരുത്തരാണ് പിടിച്ചിട്ട്. അതിന് നമുക്ക് ഓരോ കാരണം വേണം. നമുക്കിപ്പോൾ ഓരോ സ്വഹാബിമാരോടൊക്കെ എനിക്കുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും. നമ്മളിങ്ങനെ ഈ നമ്മളെ ചരിത്രമൊക്കെ നമുക്ക് ഇങ്ങനെ പഠിച്ചാലേ ചിലർക്ക് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഒരു ആവേശകാരം തന്നെയുള്ള ഓരോന്നിങ്ങനെ ചിന്തിച്ചാൽ. ദാനധർമ്മങ്ങളുടെ വിഷയത്തിലൊക്കെ നമുക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സുദ്ദീഖ് എന്നവര്, ഉസ്മാൻ എന്നവര്, അബൂ തൽഹ എന്നവര്, അവരൊക്കെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഒരു മാതൃകാ പുരുഷന്മാരായിട്ട് വരും. ഓരോന്നിനും നീതിയും കാര്യങ്ങളും അത് നടപ്പിലാക്കാനുള്ള ജാഗ്രതയും പറയുമ്പോൾ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായിട്ടും വരും. വിനയവും കാര്യങ്ങളും ലോലമായ മനസ്സും പറയുമ്പോൾ സുദ്ദീഖ് എന്നവരും, സത്യസന്ധത പറയുമ്പോൾ അദ്ദേഹം മനസ്സിലേക്ക് വരും. ഇങ്ങനെ ഓരോ കാര്യത്തിനും റസൂലുള്ളാഹി തങ്ങൾക്കൊരു പാറന്റെ മുകളിലേക്ക് കയറാൻ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു കുമ്പിട്ട നിന്നെടുത്ത് നിന്റെ പുറത്തൻ കയറിക്കോളിയാറും. അത് കാരണത്താൽ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ പെട്ടത് അങ്ങനെയാണ്. 10 പേരിൽ പെടാൻ കാരണം അതാണ്, അവസരത്തിന് തുയര. അപ്പൊ അവിടെ അബൂ തൽഹ നമുക്കൊരു ആവേശമാണ്. അങ്ങനെ സഹാബി വനിതകളും അങ്ങനെ തന്നെയാണ്. മുസലമ ബീവിയുടെ ധൈര്യം അവരൊക്കെ കാണിച്ചത്, ഹിജ്റ പോകാനും മറ്റും അവർ അന്ന് സഹിച്ച ത്യാഗങ്ങൾ, അങ്ങനെ ഓരോ സ്വഹാബി വനിതകളുടെ നമ്മൾ ഈ പിന്നെ ഭക്തിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ മൈമൂന ബീവി ഒരു റോൾ മോഡലാകണം. ആണോ? സൽസ്വഭാവത്തിന്റെ വിഷയം പറയുമ്പോൾ ഖദീജ ബീവി ഇങ്ങോട്ട് വരണം. അവിടെയാണ് ഖദീജ 23 കൊല്ലത്തിന്റെ ഇടയിൽ നബിതങ്ങളോട് സ്വീകരിച്ച നിലപാട്, ഒരു സൗന്ദര്യപ്പിണക്കം പോലും ഇല്ലാതെ അവർ ജീവിച്ച രംഗങ്ങനെ ആലോചിക്കുമ്പോൾ നബിതങ്ങൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണത് ഖദീജ ബീവിയെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ വരും. ഖദീജ ബീവിനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അതാണ് നമ്മൾ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത്, മാതൃകാക്കേണ്ടത്. അല്ലാതെ കഴിഞ്ഞ ആഴ്ച ചകപൊക കല്യാണം നടന്നു സിനിമാ നടിയുടെ. 1 മാസം കഴിയുമ്പോൾ ഡൈവേഴ്സിനെ പറ്റി ചർച്ച ചെയ്യാണ്. അതെല്ലാം മാതൃകാക്കേണ്ടത് കേട്ടോ. അതിങ്ങനെ ചികഞ്ഞ അന്വേഷിച്ച് സ്വന്തം ഭർത്താവിനോട് കണ്ടില്ല നിങ്ങൾ, കരുതിക്കോളി ഞാനും എന്നുള്ള രൂപത്തിൽ അങ്ങനെയാണ്, ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അങ്ങനല്ല. അപ്പൊ പൂർവ്വസൂരികളുടെ വഴി അള്ളാഹ് അറിയിച്ചു തന്നു എന്നുള്ളത് രണ്ടാമത്തത്. വയതൂബ അലൈക്കും, അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചു. നോക്കൂ, അള്ളാഹ് തൗബ സ്വീകരിച്ചു. അതാണ് തൗബ സ്വീകരിക്കും. ഇതാണ് മൂന്നാമത്തെ കാര്യം. പശ്ചാത്താപം അള്ളാഹു തആല സ്വീകരിക്കുമെന്നാണ്. വല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു തആല അലീമാണ്, അതോടുകൂടെ ഹകീമുമാണ്. ഓനെല്ലാം അറിയാം. നമ്മൾ എത്രമാത്രം തൗബ ചെയ്യും, നമ്മളൊക്കെ നിലപാട് എന്താണ്, നമ്മളൊക്കെ സത്യമാർഗം സ്വീകരിക്കാൻ നമ്മളുടെയൊക്കെ പിന്നെ എത്രമാത്രം മനസ്സുണ്ട്, ഇതൊക്കെ അള്ളാഹുവിനിക്കറിയാം. ഇനി ഈ തൗബയൊക്കെ സ്വീകരിക്കുന്നു പറയുമ്പോൾ അപ്പൊ പിന്നെ ആൾക്കാർ ചെയ്യൂല എന്നൊക്കെ തോന്നും. തെറ്റ്. അതാണ് അള്ളാഹ് യുക്തിമാനാണ്. അതിലോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അടുത്ത ആയത്തിൽ നോക്കൂ, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അല്ലാഹു തആല നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതേസമയം വയുരീദുല്ലദീന, ഇത് മറ്റേത് പിന്നെ ആവർത്തിച്ച് പറയല്ലോ കേട്ടോ. ഇതെന്തിനറിയോ? വയുരീദുല്ലദീന യത്തബിഊന പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇവിടെ വീണ്ടും തൗബനെ പറ്റി പറഞ്ഞത്. ആദ്യം പറഞ്ഞിട്ട് ആവർത്തിക്കല്ല. രണ്ടാമത് പറയും നോക്കി, വയുരീദുല്ലദീന യത്തബിഊന ശഹവാത്, ശരീരേച്ഛകളെ പിൻപറ്റുന്ന ആളുകൾ അവർ ഉദ്ദേശിക്കുന്നത് അൻ തമീലു മൈലൻ അളീമാ, നിങ്ങൾക്ക് മാർഗ ഭ്രംശം സംഭവിക്കാൻ, അതായത് സത്യമാർഗത്തിൽ നിന്ന് പറ്റണ്ട് വേറിട്ട് പോവുക. ശരിക്ക് ഈ മയില് എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്ക് മറ്റേ മയിലല്ല, എന്ത് ഛായ എന്നാണ്.
ചായ ഓന് ചെറിയൊരു ചായവുണ്ട് അതിന് അറിയില്ല നമ്മള് അല്ലെ. ഓന് യുക്തിവാദത്തിലേക്ക് ചെറിയൊരു ചായവുണ്ട്, വിദേഹത്തിലേക്ക് ചെറിയൊരു ചായവുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ല. ആ ചായവല്ല അവിടെ അങ്ങനെ ആ പദം ഉപയോഗിച്ചെങ്കിലും പറ്റെന്ത് ചെയ്യാ, മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാം. അത് അങ്ങനെ കൊണ്ടുപോകാനാണ് ആരുദ്ദേശിക്കുന്നത്? ദേഹേച്ഛയെ പിൻപറ്റിയും ഉദ്ദേശിക്കുന്നത്. അള്ളാഹ് ഉദ്ദേശിക്കണ്ടോ ഇവരെ തൗബയൊക്കെ സ്വീകരിച്ച് ഇവരെ നന്നാക്കിയെടുക്കാനാകുന്നു. അതിന്റെ കാരണമാണ് പിന്നറിയിക്കുന്നത് യുരീദുല്ലാഹ്. നാലാമത്തെ അനുഗ്രഹത്തെ അള്ളാഹു പറയാണ്, യുരീദുല്ലാഹു, അള്ളാഹു തആല ഉദ്ദേശിക്കുന്നു, അയ്യുഖഫിഫ അൻകും, നിങ്ങൾക്ക് അള്ളാഹു ഭാരം ലഘൂകരിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. വഖുലിഖൽ ഇൻസാനു ളഈഫാ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ളഈഫായിട്ടായിരിക്കുന്നു. മനുഷ്യന് എന്തൊക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞാലും അവരെന്താണ്? ഓന് ദുർബലനാണ്. എന്താണ് മനുഷ്യൻ? നമുക്ക് എല്ലാ നിലക്കിപ്പോ മത വീക്ഷണത്തിലൂടെ അല്ലാതെ നോക്കിയാലും മനുഷ്യന് വളരെ ദുർബലനാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഞാൻ ഒരു ഡോക്ടർ പറഞ്ഞു പറയാം. എൻ്റെ നാട്ടിലെ ഒരു സഹോദരി ഇപ്പൊ മറ്റന്നാളൊരു ഓപ്പറേഷൻ ഉണ്ട്. അവർക്ക് ഇന്നലെ അഡ്മിറ്റായി. അവർക്ക് കാര്യമായൊരു പ്രശ്നമുണ്ട്. അപ്പോ ആ സഹോദരിയെ, ഈ പറയപ്പെട്ട നമ്മളെ സഹോദരന് കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവർ രോഗിയായിരുന്നു. അങ്ങനെ ഈ മെഡിക്കൽ റിപ്പോർട്ട് കയറ്റും. ഇന്നലെ ഞാൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു. ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ 9 ലക്ഷം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷന് 9 ലക്ഷം വേണം, എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ ഞങ്ങൾ വരിക വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് അതിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ വിളിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പറയണം, ഞാൻ ഓളെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ രോഗിയാണ്, പക്ഷെ ഞാൻ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയാണ് കെട്ടിയതാണ്. പിന്നെ ഞാൻ ആ മെഡിക്കൽ അന്നത്തെ ഇവിടെ ചികിത്സിച്ചിരുന്ന ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, പിന്നെ എനിക്ക് കല്യാണം കഴിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ഡോക്ടർ അന്ന് പറഞ്ഞത് ഗ്യാരണ്ടി ചോദിച്ചപ്പോളേ, അപ്പോൾ ഡോക്ടർ പറഞ്ഞത്രേ, നിങ്ങളെ ശരീരത്തിന് എനിക്ക് എത്ര ഗ്യാരണ്ടി തരാൻ കഴിയാ അതേ ഗ്യാരണ്ടി ഓൾക്കുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഡോക്ടർ പറയേണ്ടത് വെച്ചാൽ, എനിക്കിപ്പോൾ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പെരിയിലെത്തുന്ന എനിക്ക് ഒരു ഉറപ്പില്ല, അപ്പോഴേക്ക് ഇതാകെ തകിടം മാറിയ അത്രേ നമ്മളെല്ലാവരും ഗ്യാരണ്ടി ഉള്ളൂ. അപ്പം ഞാനാണ് കല്യാണം കഴിച്ചതാണ്. അറിയാം, ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മള് ശരീരശാസ്ത്രമൊക്കെ നല്ലോണം പഠിച്ച ആളുകളാകുമ്പോൾ കൂടുതൽ ഇടങ്ങാറാണ്. ഇപ്പൊ ഏതുപോലെ വെച്ചാല് ഈ വാഹനത്തിന്റെ എല്ലാ ഐഡിയ അറിയുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ മാത്രമേ ഇരിക്കാൻ കഴിയുള്ളൂ. മറ്റേ സീറ്റിൽ ഇരുന്ന അയാൾ അവിടെ ചവിട്ടി അരപ്പാക്കും തന്നെ അല്ലേ. ഇടങ്ങറിയാം ഡ്രൈവർമാർക്ക്. അത് വണ്ടിന്റെ എല്ലാ, ഇപ്പൊ എനിക്കൊരു പ്രശ്നമില്ല, കാരണം എനിക്ക് അതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല. ഞാൻ ആ വിഷയത്തിൽ പൊട്ടനാണ്, ഡ്രൈവിംഗ് അറിയില്ല. അപ്പോൾ തുറന്ന് പറയണേ കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ടിരിക്കും, പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് അത് നല്ലോണം അറിയുന്ന ആളാണെങ്കിൽ ഒരു പേടികാരം. ഇതേമാർക്ക് ശരീരശാസ്ത്രം അറിയേണ്ടവർക്കറിയാം മനുഷ്യൻ എത്ര ദുർബലാണ്. കുട്ടികളുടെ ഡോക്ടർ വെള്ളിയാഴ്ച ഞാൻ ജുമാൻ്റെ പ്രസംഗിച്ചപ്പോൾ ഒരിക്കൽ ഈ വിഷയം പറഞ്ഞിട്ട് അന്ന് MB ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നെ കാണാൻ കാത്തിക്കാണ് അവിടെ. അപ്പം എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ കറക്റ്റാണ് പറഞ്ഞാണ്ട് മൂപ്പര് എന്നോട് പറയണം, നല്ലൊരു ഡോക്ടറാണ്, ഇതിന്റെ അവസ്ഥ പറയണം. അപ്പൊ ഈ ഖുലിഖൽ ഇൻസാനു ളഈഫ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. വളരെ ദുർബലനാണ്. അതാണ് നമ്മൾ ഇന്നാള് ലോറിയേറ്റും ഒരാൾ വെള്ളക്കുടിയിലേക്ക് മറിഞ്ഞിട്ട് 5-6 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലേ നമ്മള് നിസ്സഹരായി നോക്കിക്കുക എന്നല്ലാതെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയണില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. പല കാര്യങ്ങളിലും എന്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാലും അതാണ് അതിൻ്റെ അവസ്ഥ. ഇനി ഇവിടെ അല്ലാഹു തആല ഇങ്ങനെ പ്രയോഗിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാല്, പിന്നെ മനുഷ്യൻ ഇപ്പൊ എന്തിനാണ് അല്ലാഹു തആല ഈ തൗബ സ്വീകരിക്കുന്നൊക്കെ എന്താ അറിയോ? മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ദുർബലമായ അവസ്ഥയിലാണെന്ന് പറഞ്ഞാല് എല്ലാ കാര്യങ്ങളും 100ക്ക് 100 കഴിയാത്തൊരവസ്ഥയിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. കാരണം നമ്മളെ വികാരങ്ങളൊക്കെ ആ രൂപത്തിലാണ് അല്ലാഹു തആല നൽകിയത്. അങ്ങനെയാണ് പഠിച്ചത്. മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയിൽ അല്ലാഹു തആല സൃഷ്ടിച്ചു. അതൊരു പരീക്ഷണമാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ആ സാഹചര്യത്തിന് എതിരെ, ആ സംവിധാനത്തിനെതിരെ പടവട്ടണം. നമ്മൾ ഒഴുക്കിനെതിരെ നീന്തി ജയിക്കാൻ നോക്കണം.
അപ്പോൾ അതിൽ ചെറിയ ഇടർച്ചയൊക്കെ ഉണ്ടാവും, ചെറിയ പ്രയാസങ്ങളൊക്കെ, അത് പടച്ചവൻ പുറത്തുതരുന്നതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അവിടെ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ വളരെ ദുർബലമായ അവസ്ഥയിലാണെന്ന് പറയാൻ കാരണം അതാണ്. എന്നാൽ ചില തഫ്സീറുകളിലൊക്കെ പറയുന്നത് ഈ ഖുലിക്കൽ ഇൻസാനു ലഈഫ എന്ന് പറഞ്ഞ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പെണ്ണിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ആണ് വലിയ പ്രയാസമായിരിക്കും, അതാണ് ആ ദുർബലത എന്നാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. അതായത് സിന എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ്. മദ്യപാനവും സിനയും വലിയ തെറ്റാണെന്ന് പറയാൻ കാരണം എന്താ അറിയോ? മദ്യപാനം മാത്രമല്ല കേട്ടോ, മദ്യപാനം മറ്റേ എല്ലാ ലഹരി ഉപയോഗിക്കുന്ന സമയം, വ്യഭിചരിക്കുന്ന സമയം ഈമാൻ ഇല്ലാന്നാണ്. ലാ യശ്രിബു ശാരിബു ഹീന യശ്രിബു ഫഹു മുഅ്മിൻ വലാ യസ്നി സാനി ഹീന യസ്നി ഫഹു മുഅ്മിൻ. മദ്യപാനി മദ്യപിക്കുമ്പോൾ മുഅ്മിനായും കൊണ്ട് മദ്യപിക്കുന്നില്ല, വ്യഭിചരിക്കുന്നവൻ വ്യഭിചരിക്കുമ്പോൾ മുഅ്മിനായും കൊണ്ട് വ്യഭിചരിക്കുന്നില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് മൻ ശരീബ ഖംറൻ, ഒരാൾ കള്ള് കുടിച്ചാൽ നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ അവന്റെ രോഗം സന്ദർശിക്കാൻ പോണ്ട, ഓ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കണ്ട. അതിന്റെ അർത്ഥം ആരും നിസ്കരിക്കണ്ട എന്നല്ല, അതിന്റെ വിഷയത്തിന്റെ ഗൗരവം പഠിക്കുക. ഫർദ് ഗിഫ്റ്റ് തന്നെയാണ്. കാരണം മദ്യപിച്ചത് കൊണ്ട് ഒരാൾ മതത്തുനിന്ന് പുറത്തു പോകില്ല എന്നുള്ള പ്രബല അഭിപ്രായം. എന്നാലും അത്രയും ഗൗരവമുള്ള കാര്യമാണ്. പക്ഷെ മദ്യത്തെ നമ്മൾ വലിയൊരിതായിട്ട് തന്നെ കാണുന്നുണ്ട്. ആൾക്കാർ കുടിക്കുന്നുണ്ടെങ്കിലും കള്ളൊരു തെറ്റാണ്. എന്നാൽ ഈ മയക്കുമരുന്നിന്റെ ഒക്കെ പറഞ്ഞാൽ അതിപ്പോ ഈ കുട്ടികളാവുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവേ, അത് നമ്മളെ അടിയിൽ അത് അത്ര ചെറിയൊരു ഇളവ് കിട്ടിയമാർക്കായി. സർക്കാർ മദ്യം അത്ര ഒരു പ്രശ്നമാക്കണില്ല, പ്രത്യേകിച്ച് വീര്യം കുറവാണെങ്കിൽ അത്ര വലിയൊരു പ്രശ്നമില്ല. മയക്കുമരുന്ന് ഭയങ്കര സംഭവമായിട്ട് പിടിച്ചിട്ടുണ്ട്. മദ്യം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ MDMA കൂടെ മദ്യം കൂടി ഉണ്ടെങ്കിൽ അത് ഭീകരമായ അവസ്ഥയ്ക്കെത്തുന്ന അറിയിട്ട അവന്റെ അവസ്ഥ അധികകാലം ഉണ്ടാവില്ല എന്നാണ്. ഓനെ കൊണ്ട് എല്ലാവരും കുടുങ്ങുന്നൊരവസ്ഥ വരുന്നതാണ്. അപ്പൊ എന്തായിരുന്നാലും ഇതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാല്, ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് മനുഷ്യൻ ദുർബലമായ അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടു പറഞ്ഞാല് ഈ വ്യഭിചാരത്തിൽ നിന്ന് വിട്ട് അതിൽ കുടുങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ വേറെയും പറയുന്നുണ്ട്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, പിന്നെ അദ്ദേഹം ഒരിക്കങ്ങനെ ദ്വാരന്ന് വന്നു, എന്ത് പടച്ചോനെ ഞാന് വ്യഭിചരിക്കുന്ന അവസ്ഥയെ തൊട്ട് എന്നെ കാക്കണേ എന്ന്. സഈദ് ഇബ്നുൽ മുസയ്യിബ്, ആരാ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അറിയോ? ഒറ്റ രാത്രിയിൽ ഒരു ഖത്മ് പൂർത്തിയാക്കേണ്ട ആളാണ് ആര്? സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സഈദ് ഇബ്നുൽ മുസയ്യിബ്, ഇവരൊക്കെ ആ വിഷയത്തിൽ അറിയപ്പെട്ടവരാ. ഒരു രാത്രിയിൽ ഒരു ഖത്തം പൂർത്തിയാക്കിയാല. അങ്ങനത്തെ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാണ്, പഠിച്ചോനെ വ്യഭിചാരത്തെ തൊട്ട് ജിന്നെ കാക്കണേ എന്ന് അദ്ദേഹം പറയുന്നതാണ്. അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു അത്ര, എന്ത് നിങ്ങൾ എന്തിനാണ് ഇത് ഇങ്ങനെ ഇത്ര പേടിക്കേണ്ടത് എന്ന്. അപ്പോ അദ്ദേഹം മറുപടി പറഞ്ഞ എന്താ വെച്ചാല്, ഞാൻ അങ്ങനെ പേടിക്കാൻ കാരണം എന്താ വെച്ചാല് ഇബ്ലീസ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ജീവനോടെ ഉണ്ടല്ലോ, ഓന്റെ പണിയെടുത്തുകൊണ്ടേയിരിക്കും. ഒരാണും ഒരു പെണ്ണും ഓരോരുത്ത് ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഇബ്ലീസ് ഒറ്റക്ക് ഒരുമിച്ച് കൂടിയാൽ ഇടപെടുന്നതാണ്. അപ്പോൾ അവിടെ മനുഷ്യന് ഒരു ദുർബലത ഉണ്ട്, ഒരു ദൗർബല്യം ഉണ്ട്. അതെന്താ? ഓൻ ആ കെണിയിലാണ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓന്റെ ജീവിതത്തിൽ ഓനൊരു സമാധാനം ഉണ്ടാവില്ല. ഇതാണ് ഓൻ എന്ത് വന്നില്ല, ഓന്റെ വികാരത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കൂ ദുർബലമായ അവസ്ഥയിലാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും അങ്ങനെ ദ്വാരക്കുമായിരുന്നു, വ്യഭിചാരത്തിൽ നിന്ന് കാവൽ തേടാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച മഹാനാണ്. റസൂലെ ഏറെ സ്നേഹത്തോടെ വിളിച്ചാണ് അബൂ ഹുറൈറ. പൂച്ചക്കുട്ടിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പൂച്ചക്കുട്ടിന്റെ വാപ്പ എന്നുള്ള പേര് അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ വിളിച്ചത്. അതിന് മൂപ്പര് അങ്ങനെയാണ് എന്ത് ചെയ്ത് അറിയപ്പെട്ടത്. അള്ളാഹിന്റെ തിരുദൂതരിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിക്കാൻ ഭയങ്കര ജാഗ്രത കാണിച്ച, കാരണം ഒരു ഹർഫ് പഴക്കാതെ എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ തന്നെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോടും പിന്നെ ചോദിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. നിങ്ങളൊക്കെ കാര്യപ്പെട്ട ആൾക്കാർ, നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ബേജാറാകുന്നത്? അപ്പോൾ അവർ പറഞ്ഞിട്ട് മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ സ്വഹാബിമാർ വരെ ആ വിഷയത്തിൽ അത്രമാത്രം ജാഗ്രത കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലത്തെ സാധാരണക്കാർ അങ്ങനത്തെ തെറ്റിൽ അകപ്പെടാതിരിക്കാൻ എത്ര ശ്രദ്ധിക്കേണ്ടി വരും? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി നോക്കൂ, ഇനി ആരെത്തുന്നതിലൊക്കെ അങ്ങനെ ഒരു തെറ്റ് പറ്റിയാവാനെ നമ്മൾ പറ്റം കെട്ടി അരപ്പാക്കല്ല. കാരണം എന്താ? ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദുർബലമായ അവസ്ഥയിലാണ്. അപ്പോൾ അതിൽ മാത്രമല്ല വേറെ പലതിലും മനുഷ്യൻ എന്ത് ചെയ്യാം സാധ്യതയുണ്ട്, ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല മനുഷ്യന് ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കണ്ടുപിടിക്കുമ്പോഴേക്ക് നമുക്ക് തോന്നാണ് ഇപ്പം എല്ലാം നമ്മൾ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ എല്ലാം യുക്തി കൊണ്ട് ചിന്തിക്കുന്ന മതനിരാസം പ്രചരിപ്പിക്കുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ, ഓലൊക്കെ ആ ആറ്റിറ്റ്യൂഡ് ശ്രദ്ധിച്ചിട്ടില്ല. ഓരോ ശരീരഭാഷ കണ്ടാൽ തന്നെ എന്തോരം ധിക്കാരം അറിയുന്നത്, എന്തോരം ധിക്കാരാണ്. എത്ര കാലം ഉണ്ടാവും അത്? അങ്ങനെ കുറേ ധിക്കരിച്ച ആളുകൾ, മുമ്പ് കാലത്ത് ധിക്കരിച്ചവർ, 100,000 രോഗങ്ങളെ കൊണ്ട് വേട്ടയാടപ്പെട്ട് ഇപ്പം ഇങ്ങനെ കേരിച്ച് കിടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. പഴയ ഊക്കും മുമ്പൊക്കെ നഷ്ടപ്പെട്ടവർ. ഇതൊക്കെ ഒരു ടൈമിലല്ലേ നടക്കുള്ളൂ. ഇനിയിപ്പോൾ എല്ലാ നിലക്കും അള്ളാഹു സൗകര്യം ചെയ്ത് കൊടുത്താൽ തന്നെ പ്രായമൊക്കെ ആവുമ്പോൾ അതിൻ്റെ ആ പ്രക്രിയ പഠിച്ചോ അതിന് കണക്കാക്കിയതുണ്ട്. ആ നിലക്കെന്നെ നീങ്ങുള്ളൂ. എന്തൊക്കെയാണെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും ആ നിലക്കേ പോവുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യന്മാർ ആ രൂപത്തിലാണ്. അതാണ് വഖുലിഖൽ ഇൻസാനു ദഈഫ എന്ന് പറഞ്ഞത്. ഇനി നോക്കൂ, അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തൗകുലൂ അംവാലകും ബൈനകും ബിൽ ബാതിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിം മിൻകും വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. ഇനി തുടർന്ന് അല്ലാഹു തആല പറയുന്നു, നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഈമാനുള്ള ആളുകളെ അല്ലാഹു തആല വിളിക്കുകയാണ്. ഇത് പറയണം, ലാ തൗകുലൂ അംവാലകും, നിങ്ങൾ നിങ്ങളുടെ ധനത്തെ ഒരിക്കലും തിന്നരുത്, ബൈനക്കും നിങ്ങൾക്കിടയിൽ, എങ്ങനെ, ബിൽ ബാത്തിലി, ബാത്തിലായ രൂപത്തിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ എന്ത് ചെയ്ത്, ബാത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ അന്യായമായ രൂപത്തിൽ നിന്നാണ്, സത്യല്ല അതിൽ കട്ടെടുത്തിട്ടോ മറ്റൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. വിശദീകരിക്കാം. ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിം മിൻകും, നിങ്ങൾ പരസ്പരം തൃപ്തിയോട് കൂടെ നടത്തുന്ന കച്ചവടത്തിലൊഴികെ, അങ്ങനെ ആവട്ടെ. കച്ചവടം പ്രധാനപ്പെട്ടായതുകൊണ്ട് പറയാണ്, നിങ്ങൾക്കിടയിൽ സമ്പത്ത് തിന്നരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കാശിനെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെ ആകണം? നിങ്ങൾ അന്യോന്യം തൃപ്തിപ്പെട്ട് നടത്തുന്ന കച്ചവടം, അങ്ങനെയുള്ള വരുമാനാക്കുകയാണ്. കച്ചവടത്തെ പറ്റി പ്രത്യേകം പറഞ്ഞു. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ പരസ്പരം ഒരിക്കലും കൊലപാതകങ്ങൾ നടത്തരുത്. ഇന്നല്ലാഹ കാന ബികും റഹീമാ, തീർച്ചയായിട്ടും അല്ലാഹു തആല നിങ്ങളെ കൊണ്ട് കരുണ ചെയ്യുന്നവനാണ്. നിങ്ങൾക്ക് കരുണ ചെയ്യും അവൻ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കൊല്ലരുത് പരസ്പരം. അതുപോലെ തന്നെ അന്യായമായി നിങ്ങൾ ഭക്ഷിക്കരുത് എന്നാണ്. ഈ അന്യായമായി ഭക്ഷിക്കരുത് എന്ന് പറയുന്ന ഈ ആയത്ത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ബാത്തിൽ കൊണ്ട് നിങ്ങൾ തിന്നരുത്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറയേണ്ടി, നമ്മൾ നല്ലതെന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്, നല്ലതെന്നാണ് മറ്റുള്ളവർക്ക് നമ്മൾ ചെലവഴിക്കേണ്ടത്. അത് അൽ ബഖറ സൂറത്ത് ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ നമുക്ക് പറയാം. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബാത്തിലായ രൂപത്തിൽ നിങ്ങൾ തിന്നരുതെന്ന നമ്മൾ മാത്രമല്ല, നമ്മളെ ഭാര്യ, നമ്മളെ കുട്ടികളെ, നമ്മളെ മാതാപിതാക്കൾ, നമ്മൾ ആർക്കൊക്കെ കൊടുക്കുന്ന അതൊക്കെ
ബാത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നെന്താ വെച്ചാൽ മോഷണാണ്, മോഷ്ടിക്കുക. ആ മോഷ്ടിച്ച വസ്തു ആ കാശ് കൊണ്ട് എന്ത് ചെയ്യാ, പിന്നെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം ഇല്ലാത്തതും പറ്റൂല കേട്ടോ. ഭക്ഷണത്തെ പറ്റി പ്രത്യേകം പറയാൻ കാരണം മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ആഹാരം. ആഹാരം. വാഹനം ഇപ്പോ ഒരാൾക്കില്ലെങ്കിലും വേറെ ആൾക്കുണ്ടെങ്കിൽ അങ്ങനെ കഴിച്ചിലായി പോയിക്കോളും. ഭക്ഷണം അങ്ങനെയല്ല. ഞാൻ കടന്നുറങ്ങണം, എന്റെ വക ജിന്നോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോരാനാവൂല, ജിന്നോ ഇല്ല, എല്ലാവർക്കും വേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് ആ ഭക്ഷണത്തെ പ്രത്യേകം പറഞ്ഞത്. നമ്മളെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാം അങ്ങനത്തെ വരുമാനം കൊണ്ട് തന്നെയാണ് ആകേണ്ടത്. അപ്പൊ ഒന്ന് മോഷണം, അതൊരിക്കലും നമുക്ക് പറ്റൂല എന്നുള്ളതാണ്. മോഷണം എന്നൊക്കെ പറഞ്ഞാല് കുറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറ്റൊരാളുടെ മുതൽ നമ്മൾ മോഷ്ടിച്ചെടുത്തു, ചിലപ്പോൾ സത്യം ചെയ്യും ചില ആൾക്കാർ. കാരണം ഇവിടെ ബാത്തിൽ കൊണ്ട് ഉദ്ദേശം പിന്നെ ഷഹാദത്തു സൂർ, കള്ളസാക്ഷിക്കുക, കള്ളസത്യം ചെയ്യുക, അതും ഇതിൽപ്പെട്ടതാണ്. അപ്പൊ കള്ളസത്യം എന്ന് പറഞ്ഞാൽ വല്ലാഹി അതെന്റേതാണ് എന്ന് പറയാം, അതെന്റേതാണെന്ന് പറയാം. അപ്പോ അങ്ങനെ അതൊക്കെ യഥാർത്ഥത്തിൽ അവനിക്ക് ഭയങ്കര ക്ഷീണം ചെയ്യും, എല്ലാം നൽകും. അത് ബാത്തിലാണ്. അത് ബാത്തിലായതുകൊണ്ട് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമാകട്ടെ ഏത് കാര്യത്തിനാണെങ്കിലും അവന്റെ ദ്വാക്ക് പോലും എന്ത് ചെയ്യൂല, ഉത്തരം കിട്ടൂല എന്നുള്ളതാണ്. അപ്പോ നിബിധങ്ങൾ പറഞ്ഞ എന്താ വെച്ചാല്, ഒരാള് മറ്റൊരാളെ മുതല് അതെന്റേതാണെന്ന് സത്യം ചെയ്തെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ഒരാള് എടുത്തു കഴിഞ്ഞാൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അല്ലാഹു അവന്റെ മേലിൽ നിഷിദ്ധമാക്കി. സ്വർഗം അവന്റെ മേലിൽ അല്ലാഹു നിഷിദ്ധമാക്കി എന്നാണ്. നിഷിദ്ധമാക്കി ഓൻ എന്തായിരുന്നാലും സ്വർഗത്ത് കിടക്കൂല. അപ്പൊ പിന്നെ ഓനെന്താ, നരകാണ്, നരകം നിർബന്ധാക്കി ചെയ്തു. അപ്പോ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ അത് വൈൻകാന ശൈഅൻ യസീറൻ യാ റസൂലല്ലാഹ്, ചെറിയ വസ്തുക്കളൊക്കെ എടുത്താൽ അങ്ങനെ ഉണ്ടാവുമോ ചോദിച്ചു. മോഷണമൊക്കെ ചെറിയ വസ്തുക്കൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഇൻകാന ഖദീബൻ മിൻ നറാഖ്, പല്ല് തേക്കുന്ന ഒരു അറാഖിന്റെ കഷ്ടം ആണ് എടുത്തതെങ്കിലും അതേ വിധിയാണ്. ഞാൻ ഇതിലേറെ നിസ്സാരം എന്താ, ഹജ്ജ് സൂറത്തില് ഈ ബഹുദൈവാരാധനയെ അതിൽ അർത്ഥമില്ല എന്ന് പറയാം. അള്ളാഹു ഉപയോഗിച്ചത് ദുബാബിനെയാണ്. ദുബാബ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങട്ടാട്ടി അങ്ങട്ടന്നെ വരിക എന്നാണ്. ഈച്ചക്കാണ് ദുബാബ് അറിയാം. ആ പേര് വരാൻ തന്നെ കാരണം ഒരു നിസ്സാര ജീവിയാണ്. തേനീച്ചല്ലാത്ത ഈച്ചക്ക് എന്താണ് ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. ഇത് നിസ്സാര ജീവിയാണ്. അത് അവിടെ ഇവിടെയൊക്കെ ചെന്നിരിക്കും. ഇപ്പൊ നമ്മക്ക് തന്നെ അറിയാലോ, മൂക്കത്തൊക്കെ വന്നിരിക്കും. ആട്ടിയ പിന്നെ 4 തിരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ വരും. നമ്മളാണെങ്കിൽ ആട്ടിയിട്ടാണ് കൊയങ്ങും. ഉള്ള ഇതൊക്കെ പെരുന്തല്ലല്ലോ, ഇതൊക്കെ വെറുതായി എന്നല്ലാതെ സാധനത്തിന് കിട്ടൂല. ഇപ്പൊ മൂടിപ്പാട്ടടി പിന്നെയും വരും. ഒരു നിസ്സാര ജീവിയാണ് ഈച്ച. അള്ളാഹ് പറയുന്നുണ്ട്, പ്രപഞ്ചത്തിലുള്ള മൊത്തം വിഗ്രഹങ്ങള് കരുതിയാൽ ഒരു ഈച്ചനെ പടക്കാൻ കഴിയൂല. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയാ, ഒരു ഈച്ച വിഗ്രഹത്തിന്റെ പിന്റെ അടുത്ത് മേലെ ഇരുന്നാല് ആ വിഗ്രഹത്തിനെ എണ്ണട്ടിട്ടുണ്ടാവും. അത് ഈച്ച വലിച്ചു കുടിക്കുകയാണ്. അതിനെ വീണ്ടെടുക്കാൻ ആർക്ക് കഴിയൂല. നിസ്സാര ജീവി പറയണം. അപ്പൊ അവിടെ ഖുർആന് അത് നിസ്സാരമാക്കാൻ അങ്ങനെ പറഞ്ഞു. എന്നപോലെ നബിതങ്ങൾ പറയാം, അറാഖിന്റെ കഷ്ണം അതൊക്കെ അറിയില്ല, കട്ടെടുക്കും. ഒരാൾ പറയാം, ഇന്നലെ എന്റെ പെരയിൽ കള്ളം കിടന്നു, എന്നിട്ടോ എന്റെ ബ്രഷ് കൊണ്ടുപോയി, ടൂത്ത് ബ്രഷ് ആക്കെ കള്ളന്മാര് കൊണ്ടുപോകും. കള്ളം അത്രയും പൊട്ടനാണ്. അപ്പൊ അത് നിസ്സാര വസ്തുവാണ്, കൊണ്ടുപോകില്ല. കാരണം എന്താ, അത് വേറെയുള്ള കാരണം. ഇപ്പൊ നമ്മൾ മൊബൈലൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചാൽ കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ ഈ ചില പള്ളിക്കലൊക്കെ ചെന്നാല് ആരെങ്കിലൊക്കെ പള്ളിയേക്ക് വരുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാൻ അല്ലാണ്ട് നല്ല കൂളറൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പള്ളിക്കൊന്ന് വലിയ ദുആക്ക് അടുത്തേക്കൂട്ടോ, അത് തന്നീന് 20,000 30,000 കൊടുത്തുകൊണ്ട് അത് വെക്കുമ്പോൾ നല്ല ഉഷാറായി സ്ഥാപിക്കും. അതിന്റെ മേലെ നല്ലൊരു ഗ്ലാസും വെച്ചു. ചിലപ്പോ ചില പള്ളിക്കലൊക്കെ ഉണ്ട്, ചില കാരണന്മാർക്ക് ഓൽക്ക് ഓരോ ബ്രഷും ഉണ്ടാവും പള്ളിക്കന്ന് തേക്കാൻ. ഇത് അതിന്റെ മേലെ കൊടുക്കും, ഇതിന്റെ മേലെ അതിന്മ തന്നെ ഈ ഗ്ലാസും വെക്കും. ഒരു കുട്ടി നീ കുടിച്ചൂല.
നീട്ടിയാണ് എറിയണം. അതൊക്കെ ശ്രദ്ധിക്കണ്ട. ഇസ്ലാം അതൊക്കെ വളരെയധികം കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം നമുക്കൊക്കെ ചില ശരീരത്തിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂട്ടായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേറുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ മാറണമെന്ന് നബി പോലും പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നുള്ള ആളുകൾ ചടുപ്പിക്കാൻ പാടില്ലല്ലോ. സാധനമൊക്കെ ഫിറ്റ് ചെയ്യും. മെയിൻ്റനൻസ് തീരണ്ടല്ലോ, ആരും ശ്രദ്ധിക്കൂല. അതങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ദാഹിച്ചു വരഞ്ഞ് വരുന്ന ആളെന്നെ അത് കണ്ടാൽ ആ വൃത്തിയില്ലാന്ന് വല്ലാണ് പോകും. അത് ശ്രദ്ധിച്ചിട്ടില്ലേ? ചില പള്ളിക്കലൊക്കെ അവന്നും തന്നെ ഒന്നിക്കാൻ തോന്നൂല, ആകെ ബ്രഷ് ചെയ്യുക. പിന്നെ വേറൊരു മോശം അല്ലേ പള്ളി. അതൊക്കെ അതിൻ്റെതായ ഒരു രീതി വേണ്ടേ, അത് ശ്രദ്ധിക്കൂല. ഏതുപോലെ വെച്ചാല് പണ്ടൊക്കെ പറ്റിയ പല കാര്യം ഇപ്പോൾ പറ്റൂല. ഞാൻ എപ്പോഴും ഇങ്ങനെ കരുതും, ഈ കല്യാണത്തിനൊക്കെ ഇപ്പോഴും ഉണ്ട് ചിലയിടത്ത് ഈ കയ്യ കണ്ടുകൊടുത്ത് ഒരു തോർത്തും കൊണ്ട് തൂക്കിയിട്ട് ഒരു 4-5 ആൾക്കാർ കൈ തോർത്തിയാൽ പിന്നെ മറ്റുള്ളവർക്ക് മടിയായി. കാരണം ഇല്ലാക്കാന്നല്ലേ, പേപ്പർ വെക്കാനല്ലേ. ചില വളവന്മാരെന്ത് ചെയ്യുന്ന ബാക്കിൽ നിന്നൊക്കെ പിടിച്ചോ. ഇങ്ങനെ കുറേ വളവന്മാർ വരെ ഇത് പിന്നെ നമ്മൾ ഈ രാത്രി 2 മണിക്ക് ഹജറുൽ അസ്വദ് മുത്താൻ പോകും പോലെയാണ്. ആളുണ്ടാവില്ല എന്നാണ്ട് ലക്ഷക്കണക്കിന് വളവന്മാർ ഒപ്പം വരികയാണ് എന്ന് പറഞ്ഞവർക്ക് എല്ലാവരും ഇത് ആ വാഗാര കൈ തട്ടിയിട്ടുണ്ടാവില്ല എഴുതിയിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കുകയാണ്. ഇപ്പം ഞാൻ സുബൈക്ക് കണ്ടൊരു പള്ളിക്ക് ഞാൻ പറയാൻ കാരണം ഇത് പറയണം കരുതി ഒരു തോർത്തുമുണ്ടുണ്ട് അവിടെ തൂക്കിയിട്ട് അതിങ്ങോട്ട് കരിമ്പനടിച്ചിട്ട് കൈ തോത്തൂലെന്ന് മാത്രമല്ല അയിമണ്ട് 2 മാസ്കും കൊളുത്തിയിട്ട് കൊടുക്കും. ആരെങ്കിലും ഞാൻ അയിമക്ക് അടുക്കുക വേറൊരു കൊണ്ട് എടുത്തിടാനും മടിച്ചിട്ടാണ് അവിടെ വെച്ചുകൊണ്ടുണ്ട്. എന്തൊരു ഇതൊക്കെ ഈ ഹൗലിന്റെ അടുത്തും നമ്മൾ ഈ ശുചീകരണത്തിന്റെ സ്ഥലങ്ങളാണല്ലോ. ഇതൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വരുമ്പോൾ ഒരു മോശം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ചില പള്ളീൻ്റെ മിമ്പറമ്മ പോയി നോക്കിയാണ്ട് നിങ്ങൾ ഉള്ള തസ്ബീമാരെ പൊട്ടിയത് മുഴുവൻ ഉണ്ടാവും, 4 പിന്നതും ഉണ്ടാവും. ഏതറിയങ്ങൾ പിന്നെ മറ്റേ സാധനം ഉണ്ടല്ലോ, പറയണ്ട അതിൻ്റെ കാര്യം. ഈ ചന്ദനത്തിരിയൊക്കെ ഉണ്ടാവും, അതാ കത്തിയ വെണ്ണീറൊക്കെ അവിടെ ഉണ്ടാവും. ആ മിമ്പറമ്മ ഉണ്ടാവും. ചില മിമ്പർ ജുമ ഉണ്ടാവില്ല, പെരുന്നാൾ കുത്തുമ്പ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കൊല്ലം കിടക്കും അവിടെ, ഒരു കൊല്ലം കിടക്കും. എത്രല്ലേ അതൊക്കെ നല്ല വൃത്തിയിൽ ഇങ്ങനെ കാണുമ്പോൾ മിമ്പറല്ലേ ഉള്ളത് മുഴുവൻ അവിടെ കൊടുന്നിട്ടും. 2 കൊല്ലം മുമ്പുള്ള മയ്യത്ത് കത്തൊക്കെ ഉണ്ടാവും. നിസ്കരിച്ചതിലും ഒഴിവാക്കി വെച്ചാൽ മതി. അത്ര വലിയ പണിയൊന്നുമില്ല. അപ്പോഴേക്ക് സ്ഥാനം പോകുന്നില്ലല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ശ്രദ്ധിക്കും. ഇന്നെ പോലത്തെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നതാണ്, ഞാൻ ശ്രദ്ധിക്കണം അവിടെ മിറാബിൽ ഞാനായിരിക്കേണ്ട ആളെന്നുണ്ടെങ്കിൽ അതിന് ഉത്തര പണിയൊന്നുമില്ലല്ലോ. മടിയാണേ മടിയാണ്. അങ്ങനത്തെ ഒന്നും ശ്രദ്ധിക്കാത്തവരുണ്ടാവും. അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്, എന്തായിരുന്നാലും നിസ്സാര വസ്തു പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ് ബ്രഷ്. അപ്പൊ അതുപോലും കട്ടാൽ അങ്ങനെയാന്ന് പറഞ്ഞ സ്വഹാബത്താകെ പേടിച്ചു പോയി. അതുകൊണ്ടാണല്ലോ ഒരു ചാണ് ഭൂമി കട്ടെടുത്താൽ 7 ഭൂമി കൊണ്ട് മാലയിടപ്പെടും. ഒരു ചാണ് ഭൂമി കട്ടെടുത്താൽ 7 ഭൂമി കൊണ്ട് മാലയിടുന്നതാണ്. എങ്ങനെ നമുക്കറിയില്ല. അപ്പോ ബാത്തിലായതാണ് അതെന്നാണ്. പിന്നെ പറയുന്നത് ഖിയാന, വഞ്ചനയിലൂടെ ഉണ്ടാക്കിയ കാശ്. വഞ്ചിച്ചാണ്ട് പല നിലക്കും വഞ്ചന നടത്തിയിട്ട്. പിന്നെ അതുപോലെ തന്നെ പലിശ, പലിശ ഇടപാടുമായി ബന്ധപ്പെട്ടുണ്ടായ കാശ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയും യമീനുൽ കാദിബ, കള്ളസത്യം ചെയ്തിട്ടും. അതുപോലെ തന്നെ ഷഹാദത്തു, കള്ളസാക്ഷി. ജിന്ന വിഷയത്തിന് കോടതിയിൽ കള്ളസാക്ഷി എന്നാല് ഞാൻ എത്ര പൈസ തരാറ്, പൈസ ഇട്ടുന്നുണ്ടോ ചില ആൾക്കാർ. അങ്ങനെ കള്ളസാക്ഷി നിന്നു, കേസിലൊക്കെ ജയിച്ചു, നല്ല പൈസയും കൊടുത്തു. അന്ന് മാർക്കറ്റിലൊക്കെ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് ഉഷാറായിട്ട് പോയി. പെണ്ണുങ്ങൾ ഇതൊന്നും അറിയില്ല. എവിടെ നിന്ന് കുറെ കാശ് കിട്ടിയുള്ളോ? ആ കിട്ടേ അല്ലല്ലേ, അല്ലല്ലേ, അല്ല എനിക്കോരോ തന്നതാണ്, വഴി വെച്ചതാണെന്ന് പറഞ്ഞിട്ട് അറ്റങ്ങളെ ദുആക്ക് പോലും ഉത്തരം കിട്ടൂല. പിന്നെ ബാത്തിലിന് ഉദാഹരണം പറഞ്ഞതാണ്. പിന്നെ തെറ്റായ ഫാസിദായ ഇടപാടുകൾ ഇഷ്ടം പോലെ ഓൺലൈൻ വഴിയൊക്കെ നടക്കുന്നുണ്ട്. എന്താ ഏതാണെന്നൊന്നും അറിയാതെ ഓരോന്നിൽ ചെന്ന് ചാടുന്ന ഏർപ്പാടുകൾ. ഏതായിരുന്നാലും നോക്കൂ, അങ്ങനെ ആവരുത്. ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ബനു ഇസ്രായേലിൽപ്പെട്ട മൂസാ നബിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം. ബാത്തിലിന്, അതായത്
ഒരു ഫക്കീറായ അയാള് ഒരു മത്സ്യം വാങ്ങിയിട്ട് പോരുമ്പോൾ അക്രമകാരിയായ ഒരാള് ആ മത്സ്യം തട്ടിയെടുത്തൊരു കഥ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണ ചിലപ്പോൾ കഥ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇതല്ല, ഇത് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ഈ ആയത്തിനെ ബാത്തിൽ പറഞ്ഞാണ്. അയാളത് തട്ടിയെടുത്തിട്ട് കൊണ്ടുപോയി. അയാള് ഒരു അക്രമകാരി ആയതുകൊണ്ട് ഒരു സാധുവിന്റെ അടുത്തുനിന്ന് പ്രതികരിക്കാൻ കഴിയൂലല്ലോ. അയാളെ വീട്ടിൽ കൊണ്ടുപോയി അതിൻ്റെ ഒരു മുള്ള് അദ്ദേഹത്തിന്റെ ഒരു വിരലിൽ തട്ടി. അതൊരു വിഷബാധ ഏറ്റതുപോലെയായി. അന്നത്തെ വൈദ്യന്മാർ അദ്ദേഹത്തിന്റെ വിരലിൽ മുറിച്ചു മാറ്റി. പക്ഷെ മുറിവ് മാറുന്നില്ല, അതിങ്ങനെ കയറുകയാണ്. അത് കൈപ്പത്തി മുറിച്ചു മാറ്റുന്ന അവസ്ഥയ്ക്കെത്തി, മുട്ട് മുറിച്ചു മാറ്റുന്ന അവസ്ഥയ്ക്കെത്തി, അവസാനം അവന്റെ കക്ഷം വരെ എത്തി എന്നുള്ളതാണ്. മുസനബിന്റെ കാലത്താണ്. അങ്ങനെ അദ്ദേഹം അള്ളാഹുവോട് തൗബ ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് പലരും ഗുണദോഷിച്ചു. ആ സാധുവിനെ പോയി കണ്ട് പൊരുത്തപ്പെടിക്കണം. അങ്ങനെ ആ സാധുവിനെ പോയിട്ട് അദ്ദേഹം പൊരുത്തപ്പെടിച്ച് പൊരുത്തപ്പെടിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ അദ്ദേഹത്തിന്റെ രോഗം മാറ്റി കൊടുക്കുകയും ഈ വിവരം രോഗം മാറ്റി കൊടുത്തു പറഞ്ഞാൽ അദ്ദേഹത്തിന് കൈ വേറെ കൊടുത്തു എന്നാണ്. ഈ കാര്യം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുന്നുണ്ട്. ഇസ്സത്തി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്, എന്റെ പ്രതാപം തന്നെ സത്യം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ആ ആളെ കൊണ്ട് പൊരുത്തപ്പെടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നീണ്ട കാലം അദ്ദേഹം ആ രോഗവുമായി പരീക്ഷിക്കപ്പെടുമായിരുന്നു. ഒരൊറ്റ മീന് തട്ടിയെടുത്താണ് ഒരൊറ്റ മത്സ്യം തട്ടിയെടുത്താണ്. അതുകൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ കാരണം. എന്നിട്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ ആളുകൾ പറയുന്നുണ്ട്, ഈ നമ്മുടെ ചില നമ്മുടെ ചില പ്രവർത്തനങ്ങൾ അതിന്റെ പരലോകത്തുനിന്ന് മാത്രമല്ല ദുന്യാവിൽ തന്നെ എന്തെയും പഠിച്ചവനെ കാണിച്ചിരുന്ന ഈ മാതാപിതാക്കളെ വെറുപ്പിക്കുക, അന്യായമായി ആരെങ്കിലും ദ്രോഹിക്കുക, ന്യായമായി പറ്റും ആക്രമിക്കാൻ വരുന്ന ഒരാളെ നേരിടാം. അന്യായമായി ഒരാളെ ആക്രമിക്കുമ്പോൾ ആ അക്രമിയെ നമ്മൾ പ്രതിരോധിക്കണം. ഒരണ്ടിട്ട് കൊടുക്കേണ്ടി വരും ചിലപ്പോ, ഇല്ലെങ്കിൽ നമുക്ക് കുറ്റം. അതൊന്നും അതിൽ പെടൂല. ഒരു കാര്യമില്ലാതെ നമ്മൾ വെറുതെ ഒരാളെ ആക്രമിച്ചാൽ ചിലപ്പോൾ ഇവിടെ തന്നെ കിട്ടും. ചിലതിന് നമുക്ക് നിസ്കരിക്കാത്തൊക്കെ ചിലപ്പോൾ പഠിച്ചൊന്ന ആളൊക്കെ അങ്ങനെയാണ് നീട്ടും. നിസ്കാരം വലിയ സംഭവമായിട്ട് ഞാൻ അതുവരെ നിസ്കരിച്ചിട്ടില്ല, എനിക്ക് അതുകൊണ്ടൊരു കുറവില്ല എന്നൊക്കെ തോന്നുന്നു. ഒരു കുറവും ഉണ്ടാവില്ല, അവനെല്ലാ സൗകര്യം കിട്ടും, ലാസ്റ്റ് ഒന്നായിട്ട് കിട്ടും. ചിലതിന് ദുന്യാവിൽ നിന്ന് തന്നെ അള്ളാഹു തആല കൊടുക്കുന്നതാണ്. ഈ പെട്ടതാണ് ഇപ്പം മത്സ്യം തട്ടിയെടുത്തപ്പോൾ കണക്കിന് ഇവിടെ നിന്ന് കിട്ടിയത്. ഒരു മുള്ള് ചെറുതായിട്ടും തറച്ചതാണ്, അങ്ങനെയാണ് കയറി പോവാണ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ കട്ടെടുത്ത പൈസ, ആൾക്കാരെ വെട്ടിപ്പെടുത്തിയ പൈസ, അതൊക്കെ ഇതേമാർക്ക് പോകും. അതിന് ബർക്കത്തുണ്ടാവില്ല. അത് എത്ര കിട്ടിയാലും കാണൂല. അങ്ങനത്തെ പൈസ എത്ര കിട്ടിയാലും കാണൂല. അതിന് എന്തെങ്കിലും തട്ടിമുട്ടി ചെലവുകൾ അങ്ങനെ ഉണ്ടായിട്ട് ആണ് തീരും. എന്താ കിട്ടിയിട്ട് കാര്യം? അങ്ങനെ കുറെ പൈസ കിട്ടിയിട്ട് എന്താ കാര്യം? അതാണ് പ്രത്യേകം അല്ലാഹു തആല പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ബാത്തിലായ രൂപത്തിൽ മുതൽ നിങ്ങൾ തിന്നരുത്. നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ട് നടത്തുന്ന കച്ചവടം മുഖേനയുള്ള വരുമാനമല്ലാതെ. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, അവിടെ കച്ചവടം എന്ന് പറഞ്ഞത് ലോകത്ത് എല്ലായിടത്തും നടക്കുന്നൊരു കാര്യമായതുകൊണ്ടാണ്. നോക്കൂ, ലോകം ശരിക്കും നിലക്കുന്നതന്നെ അതുകൊണ്ടാണല്ലോ. ഈ വ്യവസായ സ്ഥാപനങ്ങളും മറ്റും എല്ലാം അതിന്റെ മുറ പോലെ ഇങ്ങനെ നടക്കുമ്പോഴാണുള്ള രാജ്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിന് വലിയ സ്ഥാനമാണ്. അതേപോലെ വെക്കാൻ പറ്റിയ തന്നെയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന കൃഷിയും. മക്കക്കാരൊക്കെ കച്ചവടക്കാരും അധികം, മദീനക്കാരധികവും കൃഷിക്കാരുമായിരുന്നു. പ്രവാചകന്മാരെന്നെല്ലാം കച്ചവടം ചെയ്തോലുണ്ട്. ദാവൂദ് നബിയൊക്കെ അതിൽ അറിയപ്പെട്ട ആളാണ്. എല്ലാ ദിവസവും പടയങ്കിയായിരുന്നു മൂപ്പരുടെ. ഇരുമ്പിന്റെ ആയുധങ്ങളും നെറ്റുകള്, വലകള്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിറ്റ് ജീവിതം മുഴുവനും അങ്ങനെ കച്ചവടം. അയ്യൂബ് നബി കൃഷിക്കാരനായിരുന്നു. ഇബ്രാഹിം നബിക്ക് കൃഷി ഉണ്ടായിരുന്നു, കച്ചവടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്തോ അദ്ദേഹം കൃഷി ചെയ്തു. നാൽക്കാലികളെ വിറ്റ് ഉള്ള അതും ഉണ്ടായിരുന്നു. അല്ലെ മലക്കുകൾ പോലും സംശയം പറഞ്ഞത്, അള്ളാഹിനോട് ചോദിച്ചു, എന്റെ ഹരിയിലെ അയാൾ, ഇയാൾക്ക് ഇതിനെപ്പോഴാ നേരം? നമ്മൾ ചില പറയില്ല, അയാളാണ് എപ്പോഴും കാണാൻ പാടത്ത് കറിയില്ലേ. എന്നപോലെ ഇബ്രാഹിം നബിക്ക് ഈ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് മലക്കൾ ചോദിച്ചത്, റബ്ബേ നിന്റെ ഹരിയിലല്ലേ? അപ്പൊ അള്ളാഹ് പറഞ്ഞെന്താ അറിയോ, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഇഖ്ലാസിലേക്ക് നോക്കിയാൽ മതി, മുതൽക്ക് നിങ്ങൾ നോക്കണ്ട. ആ മുതൽ ഇന്ന് അംഗീകരിക്കുന്നിടത്ത് എവിടെയും തടസ്സം വരുന്നില്ല.
അപ്പോൾ നമ്മൾ അധ്വാനശീലം നമ്മൾ എന്ത് ചെയ്യണം, വളർത്തണം എന്നുള്ളൊരു സന്ദേശം ഇതിൽ വരുന്നുണ്ട്. നല്ല കാര്യമാണ്. റാഹത്തുള്ളല്ലേ? ഇപ്പോൾ ചരിത്രം പറയുമ്പോഴൊക്കെ അവിടെ നമുക്ക് കാണാം ഈ കച്ചവടത്തിനെ പറ്റി പറയുന്നത്. ഇനി അതല്ലാത്ത ഏതൊക്കെ നമുക്ക് അതിനോട് സമാനമായ ജോലികൾ, നമുക്ക് പറ്റിയ ജോലികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹലാലായ ജോലികൾ. ഇന്നൊക്കെ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഏൽപ്പിക്കുകയാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ പറ്റിയ ഒരുപാട് ജോലികൾ ഇന്നുണ്ട്. അതിൽ അല്ലാഹു തആല ഒരു പ്രത്യേക ബറക്കത്ത്. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ അപ്പോഴേ ഒരു വില ഉണ്ടാവുള്ളൂ, അപ്പോഴതിനൊരു വിലയുള്ളൂ, അതിന് മൂല്യം ഉണ്ടാവും. അല്ലാഹു തആല അതിൽ ഈ ഗിന എന്ന് പറഞ്ഞൊന്നുണ്ട്. ഗിന എന്താ, ഒരുപാട് ഉണ്ടാകുക എന്നില്ല, ഉള്ളതൊരു ധന്യത ആണ്. അതാണ് നബി തങ്ങൾ എപ്പോഴും ദുആരുന്നത്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. നബി തങ്ങൾ എപ്പോഴും ദുആരുന്നൊരു ദുആയിരുന്നു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക. നബി തങ്ങൾ ഒറ്റയ്ക്ക് ദ്വാരക്കുമ്പോൾ ദ്വാരുന്നിരുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദാ, ഇത് സന്മാർഗ ബോധനം വേണം, മാർഗദർശനം വേണം, സത്യത്തിൽ ഇങ്ങനെ നിന്ന് പോകണം. വത്തുഖാ, തഖ്വ വേണം, സൂക്ഷ്മത വേണം. കുറച്ചോട് ചോദിക്കുകയാണ്, തഖ്വ വേണം റബ്ബേ എനിക്ക്. വൽ അഫാഫ, പതിവ്രത, പവിത്രത ഉണ്ടല്ലോ, അത് വേണം. അഫാഫ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ഇതിലും അങ്ങനെ നേരിച്ച് കാണും, ഒരു അഭിമാനബോധം ഉണ്ടാവും. അപ്പൊ അത് നഷ്ടപ്പെടുന്ന ഒന്നും വരൂല. വല്ല ഗിനാ, ധന്യത നൽകണമേ. ഇതിലെല്ലാം പെട്ടു. അത് നമുക്കൊരു ഐശ്വര്യമാണ് ഗിന എന്ന് പറഞ്ഞാല്. അപ്പൊ എത്ര കുറച്ചാണെങ്കിലും അതിൽ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ അല്ലാഹു നൽകും. നബി തങ്ങൾക്ക് അങ്ങനെയായിരുന്നു. വിപുലമായ സന്നാഹങ്ങളൊന്നുമില്ലായിരുന്നു, കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകും. എവിടെയും കുറവുണ്ടാവില്ല. ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ വാരി വലിച്ചിട്ട് കൊടുക്കാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഗിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചൊരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മളൊക്കെ എന്താ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളൊക്കെ അല്ലെ, ഓരോ ജോലി അതിൽ പിന്നെ ആത്മാർത്ഥമായിട്ട് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ്. അങ്ങനെ മാത്രമേ നിങ്ങൾ തിന്നാവുന്ന ഇന്നല്ലാഹ കാന ബിക്കും റഹീമ. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയാണ്, അതിന്റെ ശേഷം പിന്നെ പറയുന്നത്, വലാ തഖ്തുലൂ അൻഫുസകും. കണ്ടോ, നിങ്ങൾ ഒരിക്കലും തമ്മിൽ കൊലപാതകം നടത്തരുത്. ആദ്യകാലത്ത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ കൊല്ലുന്നതിലൊന്നൊരു നിലയും വിലയില്ലായിരുന്നു. ഞാൻ എപ്പോഴും കേട്ടു ഈ ജാഹിലിയ്യത്ത് തിരിച്ചു വരികയാണ് പല നിലക്കും. ജാഹിലിയത്ത് തിരിച്ചു വരാം. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഒരു കുട്ടി ആൺകുട്ടിയാ പെൺകുട്ടിയാന്ന് അറിയാൻ പ്രസവിക്കുന്നത് വരെ കാത്തുക്കണം, പിന്നെ കൊല്ലലേനു പെൺകുട്ടിയാണെങ്കിൽ. ഇന്ന് ലിംഗനിർണയം നടത്തിയിട്ട് ഗർഭപാത്രത്തിലിട്ട് തന്നെ കൊല്ലുന്ന അവസ്ഥ. ഇപ്പൊ കുട്ടി വേണ്ട, ചെയ്യരുത്. കല്യാണം കഴിഞ്ഞ് പിന്നെ 2 മാസമായിട്ടുള്ളൂ, തക്കാരൊന്നും കഴിഞ്ഞിട്ടില്ല, ഓള് ഗർഭിണിയായി. അപ്പോൾ ഓര് തീരുമാനിക്കുകയാണ്, ഇനിയിപ്പൊക്കെ മടിയാണ്, ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുക, ചെയ്യരുത്. കാരണം ഇനി നമുക്ക് ആവാ എന്ന് പിന്നെ ഓല് തീരുമാനിക്കുന്നത് ശരിയായി കിട്ടില്ല. അങ്ങനല്ലോ, ഇത് നമ്മളെ കയ്യിലുള്ളൊരു സംഗതിയല്ല. അപ്പൊ നോക്കൂ, പണ്ട് കാലത്ത് ദാരിദ്ര്യം പേടിച്ച് കൊന്നത് പ്രസവിക്കപ്പെട്ടതിന് ശേഷമാണ്. ഇന്നതിന് മുമ്പ് തന്നെ കൊല്ലാൻ സംവിധാനമുണ്ട്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആളുകൾ കൊലപാതകം നടത്തി, പക്ഷെ നേർക്ക് നേരെയാണ്. ഏറ്റുമുട്ടലൊക്കെ നേർക്ക് നേരെയാണ്. അതുകൊണ്ട് തന്നെ ആൾനാശം കുറവായിരുന്നു. ഇന്നങ്ങനല്ല, ഇത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയാണ്, അതിൽ നിരപരാധികൾ വിടുകയാണ്, യാതൊരു ഇതുമില്ല. പിന്നെ നമ്മളിവിടെയൊക്കെ ആദ്യം അങ്ങനെ ഒരു കൊലപാതകം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നടന്ന അതൊക്കെ വലിയ വാർത്തയാണ്. ഇന്നിപ്പോ വാർത്ത ഇല്ലാതായി. അതിൽ പ്രശ്നമില്ലാത്തതുപോലെ ആളുകൾക്ക് തോന്നുകയാണ്. അങ്ങനെ കുറച്ചൊരു ചർച്ച ഉണ്ടാവും, അതങ്ങനെയാണ് കൂടെ. ഒരാളെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നതുപോലെയാണെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. ഒരാളെ കൊന്നാൽ ഖുർആൻ പഠിപ്പിച്ചു. അന്യായമായി അത് പാടില്ല, അത്രക്കും തെറ്റാണത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയാണ്, ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്. വമൻ യഫ്അൽ ദാലിക ഉദ്വാനാ വളുൽമാ ഫസൗഫ നുസ്ലിഹി നാറാ.
ഇനി ആരെങ്കിലും അക്രമപരമായി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതിര് വിട്ടും ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫസൗഫ നുസ്ലീഹി നാറാ, വഴിയെ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ഈ പറയപ്പെട്ട തെറ്റുകളൊക്കെ ഒരാള് ചെയ്തു കഴിഞ്ഞാൽ അവരെ നരകത്തിൽ കടത്തുന്ന, ഖുർആൻ മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, നരകത്തിൽ കടത്തിയാൽ തൊലിങ്ങട്ട് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ ഉടനെ തന്നെ അടുത്ത പുതിയ തൊലി കൊടുക്കും. അങ്ങനെ പോകുന്ന. അതിൽ വേറൊരു പോയിന്റ് ഉണ്ട്. ഈ തൊലി ഒരു വട്ടം കരിഞ്ഞു പോയിട്ട് ഇപ്പൊ ദുന്യാവിലാണെങ്കിൽ പിന്നെ വേദന അറിയില്ല. പരലോകത്ത് അങ്ങനല്ല, ആ വേദന അറിയും. അടുത്ത പുതിയ തൊലി കൊടുക്കും, പിന്നെ വേദനിപ്പിക്കുകയാണ്, വീണ്ടും പുതിയ തൊലി ആവർത്തിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആലി ഇമ്രാൻ സൂറത്തിന്റെ ആദ്യത്തിൽ അതിൽ പറയുന്നുണ്ട് ആ വിഷയം. നമ്മളിങ്ങനെ ഇതൊക്കെ അർത്ഥം വെച്ച് പോകുമ്പോൾ കാര്യമായിട്ടൊന്നും കാണില്ലേ. ഫസൗഫ നുസ്ലീഹി നാറാ, വഴിയെ അവനെ നമ്മൾ എന്ത് ചെയ്യും, നരകത്തിൽ പ്രവേശിപ്പിക്കും. ഇപ്പൊ ഏതായാലും ഇല്ലല്ലോ, അത് വരുമ്പോഴല്ലേ അന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള ഒരു തോന്നല് നമുക്ക് വരും. അങ്ങനല്ല, അത് കൂടുതൽ കാലം അതിന് വേണ്ട. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ നിസാ സൂറത്തിൽ തന്നെ ആ കാര്യം ഇതിന്റെ ശേഷം വരാൻ പോകുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ പ്രത്യേകാക്കാനും ശ്രമിക്കുക. എന്നിട്ട് അവസാനം അല്ലാഹു പറയുന്നത് വകാന ദാലിക അലല്ലാഹി യസീറാ, അത് അള്ളാഹുവിന്റെ മേലിൽ നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്നതാണ്, സുഗമമായിട്ട് എളുപ്പമായിട്ട്. നമുക്കല്ല ഇപ്പൊ നമ്മള് ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതിന് കുറെ സമയമെടുക്കും അല്ലെ. ഒരു 10 ആൾക്കാരെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് അതിൻ്റെതായ ടൈം എടുക്കും. ലോകത്തുള്ള മൊത്തം ആൾക്കാരെ ശിക്ഷിക്കാൻ അള്ളാഹ്ക്കത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇവിടെ അങ്ങനല്ല. ഇവിടെ ശിക്ഷിക്കാൻ എളുപ്പമല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഇറാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഒരു മധുര പ്രതികാരാണ് ഇപ്പൊ ഇറാൻ നടത്തിയിട്ടുള്ളത്. കാരണം അവരുടെ പരമോന്നത നേതാവിനെ അമേരിക്ക അതുപോലെ തന്നെ ഇസ്രായേലും വധിച്ചെങ്കിലും ആ മയ്യത്ത് അവരുടെ മറവ് ചെയ്യുന്ന അനുബന്ധ കാര്യങ്ങൾ, ആ ചടങ്ങുകളിലേക്ക് ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്ന് നേതാക്കന്മാർ ഒരു ക്ഷണിച്ചു. ഇതിലേറെ അമേരിക്കക്ക് താങ്ങാൻ ഏത് സംഗതി വേറെ ഉണ്ടാവില്ല. അമേരിക്ക കുറെ രാജ്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പോകരുത്, പങ്കെടുക്കരുത് പറഞ്ഞിട്ട്. ഇന്ത്യ അടക്കം പങ്കെടുത്തു. ഇനി ഇതിലേറെ വലിയൊരു പ്രഹരം ഇവർക്ക് വേറെ ഇല്ല. ഒന്നായിട്ട് അവിടെ ചാമ്പലാക്കിയതിനേക്കാൾ വലിയ പ്രതികാരമാണ് ഇറാന് കൊടുത്തത്. കാരണം എന്താ? കാരണം 70-ലധികം രാഷ്ട്രങ്ങളിൽ നിന്ന് ഇപ്പോൾ തന്നെ അവിടെ പ്രതിനിധികൾ അവിടെ എത്തി ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അമേരിക്കക്ക് താങ്ങാൻ കഴിയില്ല. കോടിക്കണക്കിന് ആളുകളാണ് അവര് അതിനുവേണ്ടി അവിടെ ഒരുമിച്ച് കൂടിയത്. ഒരു ശക്തി അറിയിക്കണം. പല നയങ്ങളോ പല ആശയങ്ങളോ ഒന്നും അല്ല നമ്മൾ പറയുന്നത്. അതിലുള്ള രാഷ്ട്രീയം മാത്രം പറയണം, മറ്റുള്ളതല്ല. അപ്പൊ അമേരിക്ക ശരിക്കും ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒരു ശരിക്കും ഞെട്ടി. ഒരു വളരെ എളുപ്പം ഇതൊക്കെ ആകെ തകർക്കാന്ന് കരുതിയതായിരുന്നു, നടന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഖുലിഖൽ ഇൻസാനുൽ ലൈഫ എന്ന് പറഞ്ഞായിരിക്കും ആ ലോഫ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. അപ്പൊ ഇവിടെ അല്ലാഹു തആല ഈ പറഞ്ഞ ഉടനെയാണ് ഈ കാര്യം പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിടത്ത് യത്തബിയൂന ഷഹവാത്ത് എന്നുള്ളടത്ത് അവിടെ ചെറിയൊരു ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ആ ആയത്തിറങ്ങാൻ ഒരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഏത്? നമ്മളാ 27-ാമത്തെ അല്ലാഹു യുരീദു എന്ന് പറഞ്ഞിട്ട് അല്ല യുരീദുല്ലദീന യത്തബിയൂന ഷഹവാത്തി അൻ തമീലു മൈലൻ അലീമ എന്നുള്ളത് ഇറങ്ങാൻ വേറൊരു കാരണം കൂടി ഉണ്ടാവും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് വരക്കാം. അതായത് മജൂസികളിൽപ്പെട്ട ചിലര് ഒരു കാരണമുണ്ട്. അതായത് ഈ ചില ആളുകൾ നബിയുടെ അരികെ വന്നിട്ട് അവിടെ സ്വഹാബത്തിന്റെ ഇടയിലൊക്കെ വന്നിട്ട് സ്വന്തം സഹോദരന്റെ ആയത്രം കണ്ട ഒരു കാരണം കേട്ടോ, മകളെ കെട്ടാന്ന് പറഞ്ഞു. ഒരാൾക്ക് തന്റെ ജ്യേഷ്ഠന്റെ മകളെ കെട്ടാം,
അതുപോലെ തന്നെ പെങ്ങളെ മകളെയും കെട്ട. എന്താ അതിന് കുഴപ്പം? മനസ്സിലാവും? പറ്റൂലല്ലോ, പറ്റൂല. ഇതിന് മുമ്പത്തെ ഇതിൽ പറഞ്ഞല്ലോ പറ്റൂല എന്നുള്ളത്. നമ്മുടെ സഹോദരങ്ങളുടെ പുത്രിമാര്, നമ്മുടെ സഹോദരിമാരുടെ പുത്രിമാര് നമുക്ക് പറ്റൂല. അപ്പൊ ഇവര് പറഞ്ഞു എന്താ ഇതിന് കുഴപ്പം? എളാപ്പാന്റെ മകളെ കെട്ടാലോ, അമ്മായിന്റെ മകളെയും കെട്ടാലോ? അതിന് കുഴപ്പമില്ലല്ലോ. പിന്നെന്താ അത് കെട്ടേണ്ടതിന്? അതായത് പെങ്ങളെ നമുക്ക് പറ്റൂല, കെട്ടാൻ പറ്റൂല, സ്വന്തം പെങ്ങളെ. മജൂസി പറയാ അമ്മായിനെയും പറ്റൂല, ഇപ്പാന്റെ പെങ്ങളെ. പക്ഷെ ഇപ്പാന്റെ പെങ്ങളെ മകളെ കെട്ടാം. അപ്പൊ എന്താ പെങ്ങളുട്ടിനെ കെട്ടേണ്ടിന്? നല്ല കാഴ്ചപ്പാടാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് തന്റെ എളാപ്പാനെ കല്യാണം കേൾക്കാൻ പറ്റില്ല, എളാപ്പാനെ മോനെ പുതിയാപ്പിളാക്ക എന്നമാര് കാണാൻ മജൂസി പറയുന്നുണ്ട്. അപ്പോ പെങ്ങളെ കുട്ടീനെന്താ കെട്ടേണ്ടിന് കുഴപ്പം? ജ്യേഷ്ഠന്റെ കുട്ടീനെന്താ കെട്ടേണ്ടിന് കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വിവാദം ഉണ്ടാക്കി. ആ സന്ദർഭത്തിലാണ് അള്ളാഹു ഇതാണ് പറയുന്നത്, അള്ളാഹു നിങ്ങളെ തൗബ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. ശരീരേച്ഛയെ പിൻപറ്റുന്നവൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പാറ്റ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനാണെന്ന് പറഞ്ഞ അതാണ്. അതൊരു സംസ്കാരമില്ലാത്തവരുടെ, അതാണ് ശരീരേച്ഛക്കനുകൂലമായ നിലപാട് സ്വീകരിക്കണം, അള്ളാന്റെ നിയമം പാലിക്കുന്നതിന് പകരം. അപ്പോൾ ഓരോ മോഡലിന്റെ നിയമം ഒരു കമ്പയർ ചെയ്യണം, അങ്ങനെ ആയിക്കൂടെ, അതിങ്ങനെയുള്ള എന്ന് പറഞ്ഞിട്ട് തെറ്റായ രൂപത്തിൽ. അതിനൊരു മറുപടിയും കൂടിയായിരുന്നു ആ ആയത്ത് എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കിക്കോണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريد الله ليبين لكم അള്ളാഹു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ, വിഷയങ്ങൾ പ്രതിപാദിച്ചു തരാനാണ്. വയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ ആ പൂർവസൂരികളുടെ സരണിയിലേക്ക് അതിനെ നിങ്ങൾക്ക് അറിയിച്ചു തരാനും അള്ളാഹു ഉദ്ദേശിക്കുന്നു. വയതൂബ അലൈക്കും, നിങ്ങളുടെ തൗബ സ്വീകരിക്കാനും. വല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു ജ്ഞാനിയാണ്, അവന് തത്വജ്ഞാനിയാകും. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ അവൻ ഉദ്ദേശിക്കും. വയുരീദുല്ലദീന യത്തബിഊന അശ്ശഹവാത് അൻ തമീലൂ മൈലൻ അലീമാ, എന്നാൽ ദേഹേച്ഛയെ പിൻപറ്റുന്നവർ, ശരീരേച്ഛയുടെ പിറകെ പോകുന്ന ആളുകൾ ഗുരുതരമായ മാർഗ ധ്വംസനം നിങ്ങളിൽ വരുത്താനാണ് അവർ ശ്രമിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, കാര്യങ്ങൾ നിങ്ങൾക്ക് ലഘൂകരിച്ചു തരാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വഖുലിഖൽ ഇൻസാനു ലഈഫ, ദുർബലമായ രൂപത്തിലാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തൗകുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി നിങ്ങൾക്കിടയിൽ സ്വത്തുക്കൾ തിന്നരുത്. എങ്ങനല്ലാതെ? ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാളിം മിൻകും, നിങ്ങൾക്കിടയിൽ തൃപ്തികരമായ രൂപത്തിൽ പരസ്പരം തൃപ്തിയോടെ നടത്തുന്ന കച്ചവടം മൂലമല്ലാതെ. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ ഒരിക്കലും പരസ്പരം കൊലപാതകം നടത്തരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമാ, അല്ലാഹു നിങ്ങളോട് കരുണയുള്ളവരാണ്. വമൻ യഫ്അൽ ദാലിക ഉദ്വാനൻ വദുൽമാ, അക്രമപരമായി അതിരുവിട്ട് ആരെങ്കിലും ഈ പറഞ്ഞ പ്രവൃത്തി ചെയ്താൽ ഫസൗഫ നുസ്ലീഹി നാറാ, അവനെ നാം വഴിയെ നരകത്തിൽ കടത്തും. വകാന ദാലിക അലല്ലാഹി യസീറാ, അത് അല്ലാഹുവിനിക്ക് സുഗമമായ കാര്യമാകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബ്ലികും വയതൂബ അലൈക്കും വല്ലാഹു അലീമുൻ ഹകീം. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദ്
ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما يريد الله أن يخفف عنكم وخلق الإنسان ضعيفا يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما ومن يفعل ذلك عدوانا وظلما فسوف نصليه نارا وكان ذلك على الله يسيرا صدق الله العلي العظيم.